ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് സാമ്പത്തികമായി സഹായിച്ചവർ, ശാരീരികമായി ഓടി നടന്ന് പ്രവർത്തിച്ച് സഹായിച്ചവർ, മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് ഇതൊന്ന് വിജയിച്ചു കിട്ടണമെന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്യുന്നവർ, ചുരുങ്ങിയത് ഈ മജ്‌ലിസിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടെങ്കിലും വന്നിരുന്നവർ എല്ലാവർക്കും നമുക്കെല്ലാം ഉണ്ടൂർ ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരുമിച്ചുകൂടി തങ്ങളുടെ മുറാഫഖത്തും റബ്ബിന്റെ ലിഖാഉം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഈ ചെയ്യുന്നതൊക്കെ. അത് ഈമാനിന്റെ ഭാഗവുമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക, നബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നാം ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും അതിന്റെ ലക്ഷ്യം അല്ലാഹു മാത്രം പൊരുത്തപ്പെട്ടാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി അത് പൊരുത്തപ്പെടണം. നബിയുടെ കീർത്തിയും കൂടി അതിൽ നമ്മൾ കാക്ഷിക്കണം. ഇസ്ലാം അങ്ങനെയാ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണെന്നതിൽ തർക്കമില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. فقلت لقد فاق البخاري صحة كما فاق في حسن الصناعة مسلم. സിഹത്തിന്റെ വിഷയത്തിലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹൻ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. അത് ലോകത്ത് തർക്കമില്ലാത്ത കാര്യം. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഈ വിഷയമാണ് പരാമർശിക്കുന്നത്. നാം ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും എല്ലാ അമലിന്റെയും ലക്ഷ്യം അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടണം. എന്റെ ഈ അമല് അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടണം. അല്ലാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചാകണം. നാം നിസ്കരിക്കും. 5 വഖത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ പറഞ്ഞ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്റെ ശരീരം ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് ഞാൻ എന്റെ ശരീരം തിരിച്ചുവച്ചു. എന്റെ ശരീരം ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചുവച്ചു. കഅബാലയത്തിന്റെ ഉള്ളിലേക്ക്, കഅബയിലേക്ക് തിരിയുന്ന ഒരു മനുഷ്യൻ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് തിരിഞ്ഞാലും കഅബത്തിന്റെ സമീപത്ത് തന്നെ ചെന്നുകൊണ്ട് നേരിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും, ആ കഅബ മുന്നിൽ കണ്ട് നിസ്കരിച്ചാലും അവൻ പറയുന്നത് എന്റെ ശരീരം ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചുവച്ചു. വജ്ജഹ്തു വജ്ഹി, എന്റെ ശരീരം ഞാൻ തിരിച്ചുവച്ചു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് ഞാൻ തിരിച്ചുവച്ചു. ഞാൻ ഒന്നാം തരം മുസ്ലിമാണ്. ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരല്ല. ശിർക്കിന്റെ ലാഞ്ചന പോലും എന്നെ തൊട്ടിട്ടില്ല. പരിശുദ്ധ മുസ്ലിമാണ് ഞാൻ. വഅന മിനൽ മുസ്ലിമീൻ, ശുദ്ധ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞ നിസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു കഅബത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന വിചാരത്തിലാണോ അങ്ങോട്ട് തിരിയുന്നത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് തിരിച്ചുവച്ചു എന്ന് പറഞ്ഞിട്ടാണ് കഅബയിലേക്ക് തിരിയുന്നത്. അല്ലാഹു കഅബത്തിന്റെ ഉള്ളിലാണോ? അല്ലാഹു അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നോ അല്ലാഹുവിന് ഒരു സ്ഥലമുണ്ടെന്നോ വിശ്വസിക്കാൻ ഈ മുഅ്മിനീങ്ങൾക്ക് പാടുണ്ടോ? പാടില്ല. അല്ലാഹുവിന് ഒരു സ്ഥലമില്ല. ഇന്ന സ്ഥലത്ത് മാത്രമാണ് അല്ലാഹു എന്ന് പറഞ്ഞുകൂടാ. ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞുകൂടാ.
താഴെയാണ് മേലെയാണ് എന്ന് പറഞ്ഞുകൂടാ. അള്ളാഹുവിനൊരു ഭാഗവും നിശ്ചയിച്ചിട്ട് ഇന്ന സ്ഥലത്താണ് അള്ളാഹു എന്ന് പറയാൻ പറ്റില്ല. കഅബയിലാണോ അള്ളാഹു? പിന്നെന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എന്റെ ശരീരം അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചു വെച്ചു. കഅബയിലേക്ക് തിരിയുന്നത് എന്തിനാണ്? അള്ളാഹു കഅബയുടെ ഉള്ളിൽ ഉണ്ട് എന്ന നിലക്കല്ല, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചാണോ തിരിയുന്നത്? എന്നാ പിന്നെ കഅബയിലേക്ക് തന്നെ തിരിയണമെന്നില്ലല്ലോ. ഫഅൈനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്. എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു ഇല്ലേ? കഅബത്തിന്റെ ഉള്ളിലേക്ക് മാത്രം തിരിഞ്ഞാലേ അള്ളാഹിനെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് തിരിയുന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തന്റെ തഫ്സീറിൽ പറയുന്നത്, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് കഅബയിലേക്ക് തിരിയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണ്. ഫവല്ലി വജ്ഹക ഖിബ്ലതൻ തർളാഹാ. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നത്, കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യൻ, കഅബയിലേക്ക് ഒരു മനുഷ്യൻ തിരിയുന്നത്, നിസ്കരിക്കുന്ന സമയത്ത് കഅബയിലേക്ക് തിരിയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ്, നബിതങ്ങളുടെ പൊരുത്തത്തിനു വേണ്ടിയാണ് ഏതൊരു മനുഷ്യനും കഅബയിലേക്ക് തിരിയുന്നത്. അല്ലാതെ അള്ളാഹു കഅബയുടെ ഉള്ളിൽ ഉണ്ട് എന്ന നിലക്കല്ല, അള്ള കഅബത്തിലാണ്, അള്ള കഅബയാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല തിരിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിനു വേണ്ടിയാണ്. കാരണം 16 മാസത്തിലധികം 16 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. മദീനയിൽ ചെന്നപ്പോൾ, മദീനത്ത് ചെന്നപ്പോ 16 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബലയാക്കിക്കൊണ്ട് നിസ്കരിച്ചു. ബൈത്തുൽ മുഖദ്ദസ് 2 ഖിബലയുള്ള പള്ളിയാണ്. അഥവാ ഒരു കാലഘട്ടത്തിൽ ആ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ഖിബല എന്ന അർത്ഥത്തിലും, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിന് കഅബയോട് അഫിലിയേറ്റ് ചെയ്തു എന്ന കാരണത്തിലും അത് 2 ഖിബലയുടെ പള്ളിയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം നിസ്കാരത്തിൽ ചിന്തിക്കുന്നു, ആ പരിശുദ്ധ കറുത്ത പുതപ്പും ധരിച്ചു നിൽക്കുന്ന കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡർ വന്നെങ്കിൽ, അള്ളാഹു അങ്ങോട്ട് എന്നെ തിരിച്ചു തന്നെങ്കിൽ, ആകാശത്ത് നിന്ന് വഹയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കാരത്തിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി ജിബ്രീൽ വരുന്നുണ്ടോ എന്ന നിലക്കങ്ങ് നോക്കിപ്പോയി. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹു ഉൾക്കൊണ്ടിട്ടുണ്ട്, അള്ളാഹ്ക്കറിയാം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള തങ്ങളുടെ മോഹം അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൂ നബിയേ. ഈ നിസ്കാരം അങ്ങ് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചില്ല. അസ്ർ നമസ്കാരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെയും കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിലുള്ള കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. ഈ നിസ്കാരം ഇങ്ങനെയാണ് പോട്ടെ. അടുത്ത വഖത്ത് വരുമ്പോ മുതൽക്ക് മഗ്രിബിന് മുമ്പായിട്ട് വഹ്യ് കൊടുത്ത് മഗ്രിബോടുകൂടി കഅബയിലേക്ക് തിരിക്കാം എന്ന് വെച്ചില്ല. നബി തങ്ങൾ എപ്പോഴാണോ ഈ അത്യാഗ്രഹം പ്രകടിപ്പിച്ചത് ആ ടൈമിൽ തന്നെ അള്ളാഹു പരിഗണിച്ചു കൊടുത്തു. ആ പരിഗണനയാണ് ഇമാം ബൈളാവി തങ്ങൾ ഇവിടെ പറഞ്ഞു കാണാം. ലോകത്തുള്ള ഏതൊരു മുഅ്മിനായ മനുഷ്യനും നിസ്കരിക്കുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് കഅബയിലേക്ക് തിരിയുന്നത്. അള്ളാഹു അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചല്ല. നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവും പൊരുത്തപ്പെടണം, അവന്റെ ഹബീബും അത് പൊരുത്തപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി പൊരുത്തപ്പെട്ടാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ.
അവന്റെ അമല് യഥാർത്ഥ അമലായി പരിപൂർണമാവുകയുള്ളൂ. ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കടമപ്പെട്ടതാണ്, നമ്മോട് ബന്ധപ്പെട്ടതാണ്. ഇതൊരു വലിയ കടപ്പാണ്. ഏത് സൽക്കർമ്മത്തിലും ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരു മനുഷ്യന്റെ അമലിന്റെ ലക്ഷ്യം അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടണം. പരിശുദ്ധ ഖുർആനും പറയുന്നു, വമിനൽ അഅറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹി വസലവാത്തിർ റസൂൽ. സൂറത്തു തൗബയുടെ 99-ാമത്തെ ആയത്താണിത്. അഅറാബിന്റെ കൂട്ടത്തിൽ ഉണ്ട്. അഅറാബ് എന്ന് പറയുമ്പോൾ എല്ലാവരും മോശക്കാരല്ല. മലയോരങ്ങളിൽ താമസിക്കുന്ന, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഗ്രാമീണരായ ആളുകൾ, മലയിടുക്കുകളിൽ താമസിക്കുന്നവരും ബതുക്കളും, പട്ടണങ്ങളിൽ താമസിക്കുന്നവരുടെ സംസ്കാരമോ അതൊന്നും ചിലപ്പോൾ അവർക്കുണ്ടായില്ലെന്ന് വരും. അവരിൽ നിന്ന് പലതും തൃപ്തിപ്പെടാത്തത് പലതും വന്നു എന്നും വരും. എന്നാൽ എല്ലാ അഅറാബിനെയും നിങ്ങൾ ഒരുപോലെ കാണരുത്. അഅറാബിന്റെ കൂട്ടത്തിൽ വളരെ നല്ല മനുഷ്യന്മാരുമുണ്ട്. എന്താണ് അഅറാബിന്റെ സ്വഭാവത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്? ഖുർആൻ ഒരുപാട് സ്വഭാവങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ അഅറാബും ഒരുപോലെയല്ല എന്ന് പറഞ്ഞ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, പരലോകം ഒന്ന് വരാനുണ്ടെന്ന് വിശ്വസിച്ച് ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്ത്, അവര് ചെലവ് ചെയ്യുന്ന വസ്തുക്കളെ കൊണ്ട് അവരാഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയും അവന്റെ സ്വർഗവും പൊരുത്തവും ആഗ്രഹിക്കുന്നു. വസലവാത്തിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയും അവരാഗ്രഹിക്കുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്തിഗ്ഫാറും നബിതങ്ങൾ അവർക്ക് പാപം പുറത്തു കൊടുക്കലും തങ്ങളോടുള്ള പാപമോചനവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല മോമിനീങ്ങളെ പരിചയപ്പെടുത്തുന്നത് അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട്, അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കുന്നത് കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിന്റെ സാമീപ്യമാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അതുമാത്രമല്ല, പരലോകത്തെ വിജയമാണ്. അതുമാത്രമല്ല, വസലവാത്തിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയുമാണ്. നല്ല മോമിനീങ്ങളെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, സ്വലാത്ത്, സ്വലവാത്ത്, എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന തന്നെ സനാഉഹു, സ്തുതിക്കൽ, മദ്ഹ് ചെയ്യൽ, സ്തുതികീർത്തനങ്ങൾ പറയൽ സ്വലാത്താണ്. പ്രാർത്ഥിക്കൽ സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഒരു പ്രാർത്ഥനയില്ലേ? അല്ലാഹുമ്മ അല്ലാഹുവേ സല്ലി, സല്ലി നീ ഗുണം ചെയ്യ്, അതൊരു പ്രാർത്ഥനയല്ലേ? ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അർറഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം. അസ്വലാത്തിന് അർത്ഥം വെക്കുന്നത് ദർസിൽ വെച്ച് പഠിക്കുമ്പോഴേ നമ്മൾ അർത്ഥം വെക്കും. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ. വസ്സലാത്തു അല്ലാഹുവിന്റെ ബഹുമാനത്തോടുകൂടിയുള്ള ഗുണം, അതായത് അർറഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്തും ഇപ്പോഴും വരാനിരിക്കുന്ന കാലത്തും എന്തെല്ലാം ഗുണം നബി തങ്ങൾക്ക് നീ ചെയ്യുമോ അതൊക്കെയും ചെയ്യണമേ. അതാണല്ലോ അർറഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം. അതാണ് സ്വലാത്തിന് അർത്ഥം കൊടുത്തത്. ഒരുപാട് അർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞു. വസലവാത്തുർ റസൂൽ എന്ന ഈ ആയത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാപമോചന പ്രാർത്ഥനയാണ് അവരാഗ്രഹിക്കുന്നത്. ഇത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, തങ്ങളുടെ ദുആ കിട്ടണം, തങ്ങളുടെ പൊരുത്തം കിട്ടണം. ഇത് ഖുർആൻ നേരിട്ട് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ച ആശയമല്ലേ? അതുതന്നെയല്ലേ ഹദീസിലും നേരത്തെ പറഞ്ഞത്? സ്വഹാബത്തിന്റെ ലക്ഷ്യവും അതാണ്. നമ്മളൊക്കെ മങ്കൂസ് മൗലൂദ് ഊതാണെങ്കിലും ഷറഫലാമൂദാണെങ്കിലും മൗലൂദിന് വേണ്ടി ചെലവ് ചെയ്യുകയാണെങ്കിലും ഇതുപോലത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള മൗലിദ്, അതിനുവേണ്ടി അന്നദാനം, അതിനുവേണ്ടി പോത്തിനെ കൊടുക്കല്, അറക്കലും ഭാഗം ചെയ്യലും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എത്ര പണം ചെലവഴിച്ചാലും വേണ്ടില്ല. കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ മുത്തുനബിയുടെ മൗലിദ് നടക്കുന്നു, ബുർദ നടക്കുന്നു. ഓരോ ആഴ്ചയിലും ബുർദയും സലാത്തും നടക്കുന്നു. അതിലേക്ക് എന്റെ വക ചോറ് കൊടുക്കുന്നു. ഓരോരുത്തർ കരുതുന്നു, അങ്ങനെ നിയ്യത്ത് ചെയ്യും. എന്താണ് ലക്ഷ്യം? റസൂലുള്ളാഹിന്റെ മജ്ലിസിക്ക് ചെലവഴിച്ചതിന്റെ ഫലമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടണം, നബിയുടെ ഇസ്തിഗ്ഫാർ കിട്ടണം, പാപമോചനം കിട്ടണം. അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങനെ ദോഷം പുറത്തു തരാൻ ചോദിക്കാവൂ? നബി തങ്ങളോട് അങ്ങനെ ദോഷം പുറത്തു തരണമേ എന്ന് ചോദിക്കാവൂ? അങ്ങനെ ആഗ്രഹിക്കാമോ? ഈ ആയത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അള്ളാഹു നല്ല മൂമിനീങ്ങളെ ലക്ഷ്യം പഠിപ്പിച്ചു തന്നത് അതാണ്. മാത്രമല്ല സഹീഹുൽ ബുഖാരിയിൽ തന്നെ വ്യക്തമായ പല തെളിവുകളും ഉണ്ട്. കിതാബുൽ മഗാസി എന്നൊരു അധ്യായം കാണാം സഹീഹുൽ ബുഖാരിയിൽ, യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായം. യുദ്ധം, ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, മുഅ്തത്ത്, തബൂക്ക് തുടങ്ങിയ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ച ഫസ്റ്റ് ഹെഡിംഗ് കിതാബുൽ മഗാസി, യുദ്ധത്തിന്റെ അധ്യായം. ആ അധ്യായത്തിൽ ഓരോ അധ്യായങ്ങൾ വേർതിരിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാണാം ബാബു ഗസ്വതി ഖൈബറ, ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധത്തിന് പോകുന്നു. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും യുദ്ധത്തിന് പോവാ. വളരെ اللهم صل على سيدنا محمد. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. والصلاة القائمة آت سيدنا محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف
الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا به يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടി യുദ്ധത്തിന് പോവുകയാണ്. വളരെ പട്ടിണിയുള്ള ഗൗരവമായ വിഷമവും പട്ടിണിയും നേരിട്ടൊരു സന്ദർഭത്തിലാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിന് നബിയും സഹാബത്തും പോകുമ്പോൾ നടന്ന് ക്ഷീണം ബാധിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ആരെങ്കിലും ഒരു നല്ല പാട്ട് പാടിടൂ. മരം വലിക്കുമ്പോ പലതും വിളിച്ചു പറയുമല്ലോ. ഭാരമേറിയ ചില സംഗതികൾ ചെയ്യുമ്പോ വല്ല പാട്ടോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ചൊല്ലിപ്പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ആൾക്കാരത് ചെയ്യുക. കലാസികൾ ചെയ്യുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു. ഒരു ഈനാസ് കിട്ടാനാണത്. യുദ്ധത്തിന് പോകുമ്പോ നടന്ന് ക്ഷീണിച്ച് പട്ടിണി കിടന്ന് വാഹനമില്ലാതൊക്കെ നടന്നു പോകുമ്പോ ആരെങ്കിലും ഒരു നല്ല രസമുള്ള പാട്ട് പാടി ഒരു ഈനാസ് ഉണ്ടാവട്ടെ. ആ സന്ദർഭത്തിൽ ആമിർ ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു പാടുകയാണ്, اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إن لاقينا فاغفر فداء لك ما بقينا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പോകുമ്പോഴാണിത് പാടുന്നത്. പാടി എന്താ പാടുന്നത്? അല്ലാഹുവാണ് സത്യം, ലൗലാ അൻത നബിയേ തങ്ങളില്ലായിരുന്നുവെങ്കിൽ മഹ്തദൈനാ ഞങ്ങൾ ഹിദായത്താകുമായിരുന്നില്ല, വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഞങ്ങൾ നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും സൽക്കർമ്മം ചെയ്യുകയും ഒന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിധത്തിലൊക്കെ എത്തിയത്. സൽക്കർമ്മത്തിന്റെ പാതയിൽ സന്മാർഗത്തിൽ ഞങ്ങൾ എത്തിയത്. ഫഅൻസിലൻ സകീനതൻ അലൈനാ വതബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ശത്രുക്കളെ യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവരോട് ഞങ്ങൾ ഏറ്റുമുട്ടുന്ന സമയത്ത് ഞങ്ങളെ മനസ്സ് പതറിപ്പോകരുത്. ഞങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കണം. ശത്രുവിനോട് ഘോരമായ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾ കാലുകൾ ഇടറിപ്പോകരുത്. നിങ്ങൾ കാൽപാദങ്ങൾ ഉറച്ചു നിർത്തിത്തരണം. നല്ല സ്ഥൈര്യവും മനക്കരുത്തും ഞങ്ങൾക്ക് തരണം. നബിയേ തങ്ങളോടാണ് ഈ പറയണത്. ഫഗ്ഫിർ ഫിദാഅൻ ലക മാ ബഖൈനാ. അതൊന്നും പോരാ, ഞങ്ങളുടെ ദോഷം തങ്ങൾ പൊറുത്തു തരണം നബിയേ. ഫഗ്ഫിർ, തങ്ങൾ ഞങ്ങളെ ദോഷം പൊറുത്തു തരണം. ഇമാം ബുഖാരിയാണിത് പറയണത്. ഇത് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിലാണ്. കിതാബുൽ മഗാസിയിൽ ബാബു ഗസ്വത്ത് ഖൈബറ എന്ന അധ്യായത്തിൽ ഈ പാട്ട് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണോ ഈ പാടുന്നത്? അത് ആമിർ ഇബ്നുൽ അക്വഅ റഹിമഹുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റഹിമഹുല്ലാഹ്, ആമിറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇതങ്ങ് പറഞ്ഞതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല റജുലുൻ, സഹീഹുൽ ബുഖാരിയിൽ ആ ഫഖാല റജുൻ എന്നതിന് ഹുവ ഉമറു, ഇമാം ഫത്ഹുൽ ബാരി തങ്ങൾ രേഖപ്പെടുത്തുന്നു അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ റജുല് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ മത്തഅതനാ ബിആമിരിൻ യാ റസൂലല്ലാഹ്, ലൗ അംതഅതനാ ബിആമിരിൻ യാ റസൂലല്ലാഹ്. നബിയേ തങ്ങൾ ദുആയിരുന്നത് ശരിയായില്ല. റഹിമഹുല്ലാഹ് തങ്ങൾ ദുആയിരുന്നത് ശരിയായില്ല. ആമിറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ശരിയായില്ല. എന്താണ് ദ്വാരുന്നതിൽ എന്താ പന്തികേട്? ആമിറിന് മാത്രം ദ്വാരുന്നു കൊടുത്തതോ? അല്ല,
യുദ്ധത്തിന് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തു കൊടുത്താൽ ആ വ്യക്തി യുദ്ധക്കളത്തിൽ ഷഹീദാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ആ പതിവ്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരു സഹാബിക്ക് സെപ്പറേറ്റ് ദുആ ചെയ്തു കൊടുത്താൽ ആ സഹാബി യുദ്ധക്കളത്തിൽ ഷഹീദാകലാണ് പതിവ്. ആമിർ ഷഹീദാകും, ആമിർ ഷഹീദാകുമെന്ന കാര്യം തീരുമാനിക്കപ്പെട്ടു പോയി. നിർബന്ധമായും ആമിർ ഷഹീദാകും. അങ്ങനെയാണ് റസൂലുള്ള ദുആ കൊടുത്താൽ ഷഹീദാകൽ പതിവാണ്. ഈ ആമിറിനെ കൊണ്ട് ഇതുപോലത്തെ മണിമുത്തുകൾ എരിയും ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ആമിറിന്റെത് കഴിഞ്ഞല്ലോ, ഇനി ആമിറിന്റെ അടുത്തുനിന്ന് ഇതുപോലത്തത് ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ തങ്ങൾ ദ്വാരുന്നത് ശരിയായില്ല. ആമിർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ പോയി ശത്രുവിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള വാള് വളരെ ചെറുതാവുകയും പടയങ്കി പൊട്ടിപ്പോവുകയും ചെയ്തതുകൊണ്ട് ശത്രുവിനോട് നേരിട്ടപ്പോൾ തന്റെ കയ്യിലുള്ള വാള് തന്നിൽ തന്നെ തിരിച്ചടിച്ചിട്ടാണ് ആമിർ റളിയല്ലാഹു അൻഹു ഷഹീദായത്. തന്റെ കയ്യിൽ കിടക്കുന്ന വാള് തന്നിൽ തന്നെ തിരിച്ചടിച്ചു, താൻ ഷഹീദായി. ജനങ്ങൾ പറഞ്ഞു വരുത്തി ആമിർ മുനാഫിഖായി പോയി. എന്തേ? അതുകൊണ്ടാണ് ആമിറിന്റെ വെട്ട് ആമിറിനെ കൊണ്ടത്. ആൾ ഈമാനിന് എന്തോ കുഴപ്പമുണ്ട്. നമുക്കുണ്ടല്ലോ അങ്ങനൊക്കെ ചില വിലയിരുത്തല്. എങ്ങനെ ശരിയാകുക, കുരുത്തം കെട്ടോൻ എന്നൊക്കെ നമ്മളൊരു വിലയിരുത്തലുണ്ടാവും. സഹാബത്ത് പറഞ്ഞു, സഹാബത്തോ ആരോ പറഞ്ഞു, ആ കൂട്ടത്തിൽ ആരോ പറഞ്ഞു ആമിർ മുനാഫിഖായിക്കണം, അതാണ് ആമിറിന്റെ കയ്യിലുള്ള വാള് ആമിറിന്റെ വേലന് തട്ടിയത്. ഇത് കേട്ടപ്പോൾ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നുൽ അക്വയുടെ സഹോദരനാണ്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സങ്കടത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് ചോദിച്ചു, നബിയേ, എന്റെ ആമിർ മുനാഫിഖായി പോയോ? ഇതൊക്കെ സഹീഹുൽ ബുഖാരി പറഞ്ഞതാണ്, ഞാനൊന്നും കൂട്ടിയിട്ടില്ല. ഇമാം ബുഖാരി തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിലേക്കൊന്നും ഇറങ്ങിപ്പോകാതെ തന്നെ കിതാബുൽ മഗാസിയിൽ ബാബു ഗസ്വത്ത് ഖൈബറയിൽ കാണാം. ഉടനെ തന്നെ അവർ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്റെ സഹോദരൻ ആമിർ ഇബ്നുൽ അക്വ മുനാഫിഖായി പോയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നിന്റെ സഹോദരൻ ആമിർ രണ്ട് മുഅ്മിനാണ്, ഡബിൾ മുഅ്മിനാണ്. എന്താ ചോദിച്ചത്? ഫഗ്ഫിർ ഫിദാഅൻ ലക, നബിയെ തങ്ങൾ ഞങ്ങളെ ദോഷം പുറത്തു തരണമേ. നബിനോടാണ് ഈ ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ അവിടെ ഒരു സംശയമുണ്ടാകും. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലൗലാ അൻത, നീ ഇല്ലായിരുന്നുവെങ്കിൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നല്ല അവിടെ അർത്ഥം. രണ്ട് കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞത് തബറുക്കിന് വേണ്ടി, ഇഹ്തിമാമിന് വേണ്ടി മുന്തിച്ചതാണ്. അല്ലാഹുമ്മ എന്ന കലിമത്ത് അള്ളാനെ പരിഗണിച്ചുകൊണ്ട് തബറുക്കിന് വേണ്ടി മുന്തിച്ചതാണ്. ഒന്ന്, ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു അൽ-അസ്ഖലാനി ഫതുഹുൽ ബാരിയിലും ഖസ്തല്ലാനിയിലും ബുഖാരിന്റെ ശറഹുകളിലൊക്കെ കാണാം, വഹാദാ ഖിതാബുൽ ലിന്നബിയ്യി, ഇത് ഖിതാബ് ലൗലാ അൻത എന്നതിന്റെ ഖിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്, അല്ലാഹുവിനോടല്ല. നബി തങ്ങളോടാണ് ഇതിന്റെ ഖിതാബ്. ഈ ലൗലാ അൻത എന്ന അഭിമുഖ സംഭാഷണം നബി തങ്ങളോടാണ്, അല്ലാഹുവിനോടല്ല ഈ പറയുന്നത്. എന്തുകൊണ്ട്? ഫഗ്ഫിർ ഫിദാഅൻ ലക മാ അബ്ഖൈനാ എന്ന കലിമത്തിൽ നിന്ന് മനസ്സിലായി ഈ ഖിതാബ് അല്ലാഹുവിനോടല്ല, അല്ലാഹുവിനോട് ഇത് പറയാൻ പറ്റില്ല. കാരണം ഫിദാഉൻ ലക എന്ന് പറയുന്ന ലഫ്ള് നശിച്ചു പോകുന്നൊരു വസ്തുവിനോടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാഹു നശിച്ചു പോകൂലല്ലോ, അതുകൊണ്ട് അല്ലാഹുവിനോട് ഇത് പറയാൻ പറ്റില്ല. എന്റെ ശരീരം തങ്ങൾക്ക് ദണ്ഡമാണ്. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എന്റെ ശരീരം തങ്ങൾക്ക് ദണ്ഡമാണെന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അതിന് പറയാ? എന്റെ ശരീരം നഫ്സീ ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്, നഫ്സീ ഫിദാഉൻ ലക യാ ഹബീബല്ലാഹ്. ഏ നബിയെ, എന്റെ ശരീരം തങ്ങൾക്ക് ദണ്ഡമാണ്. അബീ വ ഉമ്മീ ഫിദാഉൻ ലക, എന്റെ ഉമ്മയും ബാപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങേയറ്റം അതിന്റെ ആകത്തുക എന്താണ്?
ഞാൻ മരിച്ചാലും തങ്ങൾ മരിക്കരുത് എന്നാ പറഞ്ഞതിനർത്ഥം. എന്റെ ശരീരം മരിച്ചാലും എന്റെ ശരീരം കൊടുത്തിട്ടെങ്കിലും തങ്ങളിവിടെ ജീവിക്കണം, തങ്ങൾ മരിക്കരുത്, ഞാൻ മരിച്ചാലും തങ്ങൾ മരിക്കരുത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ദണ്ഡമാണ് അത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. ഇത് അള്ളാഹിനോട് പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചാലും പഠിച്ചോനെ ഈ മരിക്കരുത്? ആ ഫിദാ ഉല്ലക്ക എന്ന ലഫ്ള് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി ഇത് അള്ളാഹുവിനോടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അപ്പൊ സഹാബത്ത് നേരിട്ട് നബിയോട് ചോദിക്കുകയാണ്, ദോഷം പൊറുത്തു തരണേ നബിയേ, ഞങ്ങളെ ദോഷം പൊറുത്തു തരണമേ നബിയേ. അത് കേട്ട റസൂലുള്ളാഹി സന്തോഷിക്കുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഷഹീദായപ്പോൾ ആരോ കിംവദന്തി പറഞ്ഞു അദ്ദേഹം മുനാഫിഖായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന വാളുകൊണ്ടുള്ള വെട്ട് തന്റെ ശരീരത്തിൽ തന്നെ പതിച്ചത് എന്ന് ആരോ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി അദ്ദേഹം ഡബിൾ മുഅ്മിനാൻ എന്നാണ്. ഇത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് മാത്രമാണ്. ഒരു തഫ്സീറിലേക്കും അതിന്റെ വ്യാഖ്യാനത്തിലേക്കും ഫത്ഹുൽ ബാരിയിലേക്കും ഒന്നും പോകാതെ തന്നെ അതിന്റെ ഹദീസ് മാത്രം നമുക്ക് നൽകുന്ന ആശയമാണിത്. വ്യാഖ്യാനത്തിലേക്ക് കടന്നാൽ ഇനിയും കുറെ കിട്ടും. ഇതേ പദ്യം ബുഖാരിയിൽ വേറൊരു സ്ഥലത്തുണ്ട്. ജഅഫർ ഇബ്നു തയ്യാർ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പാടിയത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്താദൈനാ ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إلا قينا. അബ്ദുല്ലാഹിബ്നു റവാത്ത് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു റവാത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ജോർഡാനിൽ ചെന്നാൽ കാണാൻ കഴിയും. അബ്ദുല്ലാഹിബ്നു റവാത്തിന്റെ ഖബറിന്മേൽ ഈ പദ്യം എഴുതി വച്ചിട്ടുണ്ട്. ആ മഖബറയിൽ വലിയ അക്ഷരത്തിൽ ഈ പദ്യം എഴുതി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു റവാത്തിന്റെ ഖബറിന്മേൽ ഈ പദ്യം എഴുതി വച്ചിട്ടുണ്ട്. അതിൽ ഈ വരി മാത്രമേ ഉള്ളൂ. ആ പദ്യത്തിൽ ഫഗ്ഫിർ ബിദാഅൻ ലക മാ ബഖൈനാ എന്ന വരി ബുഖാരിയിൽ ഇല്ല. അബ്ദുല്ലാഹിബ്നു റവാത്ത് പാടിയിട്ടുമില്ല. 2 വരിയെ പാടിയിട്ടുള്ളൂ. അവിടെ ഫത്ഹുൽ ബാരി നോക്കിയാൽ കാണാം അല്ലാഹുമ്മ അല്ലാഹുവേ. അവിടെ അതാണ് അർത്ഥം. കാരണം അതിൽ ഫഗ്ഫിർ ബിദാഅൻ എന്ന ലഫ്ള് വന്നിട്ടില്ല. ഫിദാ ഉല്ലക എന്ന ലഫ്ള് സ്വഹാബത്ത് അല്ലാഹുവിനോട് പറയില്ല. ആ ഒരു മുഅ്മിനായ മനുഷ്യന് ഈ പദം പറയാൻ പറ്റിയതല്ല. ഇനി സ്വഹാബത്തിന് അത് അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ തൗഹീദും ഈമാനും പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കേട്ട് നബി സന്തോഷിച്ചുകൊണ്ട് ഈ കലിമത്ത് ഉച്ചരിച്ച സ്വഹാബിയെ ഡബിൾ മുഅ്മിനാണെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇതിനർത്ഥം? എന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങൾക്ക് എന്ത് ഇതിൽ ഇടപെടാനാകുമോ നബിയേ? അവിടെ നിന്ന് ഇതിലൊന്ന് ഇടപെട്ടിട്ട് ഞങ്ങളെ ദോഷം പുറത്തു തരണം നബിയേ. വലൗ അന്നഹും ഇളലമോ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വമിനൽ അഅറാബി മയ്യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹി വസലവാത്തിർ റസൂൽ. അല്ലാഹു പൊരുത്തപ്പെടണം, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകണം, പരലോകം വിജയിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന കിട്ടണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷം ലഭിക്കണം എന്നാണ് മുഅ്മിനീങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നബിയേ. അല്ലാഹു ഖുർആനിൽ ആ മുഅ്മിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയുടെ 99-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ പ്രവൃത്തിയും അതാണ്. അതേ മുഅ്മിനീങ്ങൾ കഴിഞ്ഞ കാലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതും അതാണ്. ഇർതകബതു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദബ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റാമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇത് ശിർക്കാണെങ്കിൽ ഖുർആനിന്റെ ഈ ആയത്തും
ബാബ് ഗസ്വത്തി ഖൈബറയിലെ ഈ പരാമർശവും ശിർക്കാവണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രീതി വിചാരിച്ചു പോയാൽ, നബി തങ്ങളുടെ പ്രീതി വിചാരിച്ചു പോയാൽ ശിർക്കായി പോകുമോ? എന്നാൽ ഈ ആയത്ത് എന്താണ്? വസലവാത്തിർ റസൂൽ വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹി വസലവാത്തിർ റസൂൽ. ആ ആയത്ത് ശിർക്കാണോ ഈ പഠിപ്പിക്കുന്നത്? ഇത് പഠിച്ച സ്വഹാബത്ത് ഫഗ്ഫിർ ബിദാഅൻ ലക മാ അബ്തൈന എന്ന് പറഞ്ഞത് വഹാദാ ഖിതാബുൽ ലിന്നബിയ്യി, ഇത് നബി തങ്ങളോടാണ് പറഞ്ഞതെന്ന്, അല്ലാഹുവിനോടല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞെങ്കിൽ ഇതൊക്കെ ശിർക്കാണോ? എന്നാ പിന്നെ മങ്കൂസ് മൗലൂദിലെ വരി മാത്രം എങ്ങനെ ശിർക്കാകുന്നു? ഇതാണ് സാലിഹീങ്ങൾ വെറുതെയല്ല, ബഹുമാനപ്പെട്ട മഖ്ദൂമങ്ങൾ വെറുതെ ഒന്നല്ലത് എഴുതി തന്നത്. അതൊക്കെ ഒരു നിസ്സാരമാക്കിയിട്ട് തള്ളിക്കളയേണ്ട കാര്യവുമല്ല. ആരെങ്കിലും വഹാബികളും മൗദൂദികളും എന്തെങ്കിലും പറയുമ്പോഴേക്കൊക്കെ റസൂലുള്ളാഹിന്റെ മൗലൂദും അതിലുള്ള വരിയും അതിലൊന്നും നമ്മൾ ഇഷ്കാനാകരുത്. അത്രയൊക്കെ പറഞ്ഞത് കുറച്ച് കൂടുതലായിപ്പോയി. റസൂലുള്ളാഹിനോട് ദോഷം പുറത്തു തരാൻ പറയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗൗരവമായിപ്പോയി. ബുഖാരിയിൽ പറഞ്ഞതിന് എന്ത് ന്യായം എന്താണെന്ന് പറയേണ്ടത്? ഇതെന്തെന്നാ പറയാ? അതല്ലാത്തൊരർത്ഥം അതിന് പറയൂ. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇതിന്റെ ഉദ്ദേശിക്കപ്പെട്ട ഈ ആയത്ത്, ഈ ഹദീസിന് ഈ അർത്ഥത്തിൽ നിന്ന് മറ്റൊരു അർത്ഥത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് തെറ്റായി തോന്നിയിട്ടില്ല. മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ സർവ്വസമയത്ത് സർവ്വപ്രവർത്തികളിലും അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇബാദത്തുകളുടെയും സാമ്പത്തികമായി ചെലവ് ചെയ്യുന്ന ഓരോ പണത്തിന്റെയും ലക്ഷ്യം അല്ലാഹുവും റസൂലും, അല്ലാഹുവും അവന്റെ ഹബീബും അത് പൊരുത്തപ്പെട്ട് കിട്ടണം. നബിതങ്ങൾ ഇത് തൃപ്തിപ്പെട്ട് കിട്ടണം. അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ട് പൊരുത്തപ്പെടണം എന്നതായിരിക്കണം അതിന്റെ ലക്ഷ്യം. എല്ലാ മഹാന്മാരും സാലിഹീങ്ങളും അവരുടെയൊക്കെ പ്രവർത്തികൾ, ഞാൻ ഈ അടുത്ത് ഒരു ചരിത്രം വായിച്ചു. ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ ഡൽഹി ജുമാ മസ്ജിദ് വിശാലമായ പള്ളി ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു അത്രേ. നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഇത്രയും വലിയ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടാവുമോ? ഞാൻ വെറുതെയായോ ഈ പള്ളി ഉണ്ടാക്കിയിട്ടത്? അദ്ദേഹം സംശയിച്ചപ്പോൾ ആ സംശയം 2-3 ദിവസം തന്റെ ഹൃദയത്തിന് വലിയ മനോവേദന വരുത്തിയപ്പോൾ അസ്വസ്ഥമായ ആ സമയത്ത്, കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ഡൽഹി ജുമാ മസ്ജിദിന്റെ മുൻവശത്തുള്ള വിശാലമായ ആ മേൽക്കൂരയില്ലാത്ത സ്ഥലത്ത് അതിന്റെ മധ്യഭാഗത്ത് കാണുന്ന ഹൗള്, ആ ഹൗളിന്റെ സമീപത്ത് വന്നിരുന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുന്നു. ചക്രവർത്തി മനസ്സിലാക്കി, എന്റെ പള്ളി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് കബൂലിയത്തുണ്ട്. ആ ഹൗളിന്റെ മൂലയിൽ ആ ഭാഗം ഇപ്പോഴും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഒരു ഗ്രില്ല് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്താണ് ഞാൻ ആ ചരിത്രം ഒരു പുസ്തകത്തിൽ വായിച്ചത്. ഞങ്ങൾ ഡൽഹി യാത്രയിൽ, അജ്മീർ യാത്രയിൽ ഞങ്ങൾക്ക് അമീർ ഇത് വിവരിച്ചു തന്നിരുന്നു. പക്ഷെ ഈ ചരിത്രം എവിടെ ഉണ്ട് എന്ന് അന്വേഷിച്ചു പഠിക്കണമെന്നതിലേക്ക് ഞാൻ ഒരുപാട് അത് സംബന്ധമായി പരതി. ഞാനൊരു പുസ്തകം ലഭിച്ചു, അത് വായിച്ചപ്പോൾ ഈ സംഭവം അതിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഈ സംഭവം അതിൽ എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സൽക്കർമ്മത്തിന് പിന്നിൽ ഇത് സ്വീകരിക്കണമെന്നും സ്വീകരിച്ചു കിട്ടിയെന്നും അവർ അടയാളം വെക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണമാണ്. അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. കുണ്ടൂർ ഉസ്താദിന്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ച ഒരാളെ നമുക്കെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്, നമുക്കും സ്വീകരിക്കണം. ഈ നിലപാടിലായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷവും ഇത്ര വിപുലമായ ഒരു ഉറൂസ്, ഇത്ര വിശാലമായ ഒരു ഉറൂസ് എവിടെ നടക്കുന്നു? ചുരുങ്ങിയ സ്ഥലങ്ങളിലേ നടക്കുന്നുള്ളൂ. നമ്മുടെ കൺമുമ്പിൽ കാണപ്പെടുന്ന, നമ്മൾ കണ്ടു പരിചയപ്പെട്ട ഒരുപാട് മഹാന്മാർ ഇവിടെ വഫാത്തായി പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ള അള്ളാഹു അവരെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വലിയ ആശിഖുർ റസൂലായിരുന്നു. അള്ളാഹുവിന്റെ
റസൂലിനോട് മഹബത്ത് വെച്ച എല്ലാവർക്കും അവരുടെ ശേഷവും ആ ബഹുമാനം ഇവിടെ നിലനിന്ന് കാണുന്നുണ്ട്. ആ ആദരവ് അള്ളാഹു നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ കബൂലിയത്ത് കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ കുറിച്ച് നാട്ടിലുള്ള ജനങ്ങൾ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുന്നുവെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലും നല്ലവനാണ്. ജനങ്ങളുടെ പ്രതികരണം പോലെയാണ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ. നമ്മുടെ ലക്ഷ്യം ഈ ജനങ്ങളൊക്കെ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയണമെന്ന നിലയ്ക്ക് ഇബാദത്തെടുക്കരുത്. പക്ഷെ ഈ ജനങ്ങൾ നല്ലത് പറയണം. കാരണം അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ജനങ്ങൾ, അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള സാക്ഷികളാണ് ഈ ജനങ്ങൾ. ഒരാൾ മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ആശിഖുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടവെച്ച മനുഷ്യനായിരുന്നു. അള്ളാഹു എന്ന റസൂലിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് അദ്ദേഹം കിടിലം കൊള്ളുമായിരുന്നു. തങ്ങളോട് വലിയ മഹബത്തുണ്ടായിരുന്ന ആളായിരുന്നു. ആ മഹബത്ത് പൊട്ടീസിനുള്ള മഹബത്താണെങ്കിലും കൂലി കിട്ടും. മനസ്സിലാക്കണം, ഇഷ്ക് രണ്ട് തരമുണ്ട്. ഇഷ്ക് കാദിബുണ്ട്, ഇഷ്ക് സാദിഖുണ്ട്. ബഅൽ പറയുന്ന സമയത്ത് വല്ലാത്ത കോരിത്തരിപ്പാണ്, അത് കേൾക്കുമ്പോൾ വലിയ ആവേശമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത രോമാഞ്ചമാണ്, എന്തൊരു സന്തോഷമാണ്. എത്ര കേട്ടാലും മതി വരില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെടപെടക്കുകയാണ്. വഅദ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം ഇത് കേട്ട് കഴിഞ്ഞ് തിരിച്ചുപോയാൽ ആ ഇഷ്ടം മുഴുവനും മുറിഞ്ഞുപോയി, അഥവാ ആ കോരിത്തെരിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പ്രകമ്പനം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ, ജീവിതത്തിൽ, മനസ്സിൽ ഇല്ല എങ്കിൽ അത് കാദിബായ ഇഷ്കാണ്. കാദിബായ ഇഷ്കും മംദൂഹാണ്. അതും നല്ലത് തന്നെ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്തുണ്ടാകുന്ന കോരിത്തരിപ്പില്ലേ, പറയുന്ന സമയത്തുള്ള രോമാഞ്ചമില്ലേ, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്ത് ഹൃദയത്തിനുള്ള പെടപെടക്കലില്ലേ, ആവേശമില്ലേ, സ്നേഹമില്ലേ, അതും വളരെ നല്ലത് തന്നെയാണ്. കാദിബായ ഇഷ്കാണ്. കാരണം കഴിഞ്ഞു പോയാൽ പിന്നെ അവന്റെ ഹൃദയത്തിൽ നബിയില്ല, ഈ പ്രകമ്പനമില്ല, ഈ ആവേശമില്ല. എന്നാലും അത് നല്ലത് തന്നെയാണ്. സ്വാദിഖായ ഇഷ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള പ്രകമ്പനം, ആ ഉണ്ടാകുന്ന ആവേശം പ്രസംഗം കഴിഞ്ഞുപോയാലും ജീവിതത്തിലുടനീളം ഒരിക്കലും മുറിഞ്ഞു പോകാതെ നിലനിൽക്കുകയാണ്. അതും നല്ലത് തന്നെയാണ്, അതും മംദൂഹാണ്. അതാണ് ഏറ്റവും ഉയർന്നത്. കാദിബായ ഒരു ഇഷ്ടമെങ്കിലും അള്ളാഹു നമുക്ക് തന്നിട്ടില്ലേ. വളരെ നല്ല സ്വഭാവം. അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട നബിതങ്ങളും സഹാബത്തും യുദ്ധത്തിന് പോകുന്ന സമയം ഒരു സഹാബി ചിന്തിച്ചുപോയി. ഒരു സഹാബി ചോദിച്ചു, നബിതങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ഞാൻ യുദ്ധത്തിന് പോകുന്നത് ലിക്കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയരണം, അതിവിടെ രക്ഷപ്പെടണം, അത് സ്ഥാപിക്കപ്പെടണം. അതിന്റെ ഉയർച്ചക്കും വളർച്ചക്കുമാണ് ഞാൻ ധർമ്മസമരത്തിന് പോകുന്നത്, ഞാൻ പോരാട്ടത്തിന് പോകുന്നത്. അള്ളാഹുവിന്റെ പ്രീതി മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ, മറ്റൊന്നും ഞാൻ ലക്ഷ്യം വെച്ചിട്ടില്ല. എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ലക്ഷ്യമുള്ളത്. മറ്റ് ദുന്യാവ് ഞാൻ ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല. ഈ യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടുകൊണ്ട് ഞാൻ മരിക്കേണ്ടി വന്നാൽ നാളെ ആഖിറത്തിൽ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹുവിന്റെ ലിഖാഅ് കിട്ടാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നത്. പക്ഷേ ഞാൻ ഈ യുദ്ധത്തിൽ മരിച്ചുപോയാൽ എന്റെ സ്നേഹിതന്മാർ എന്നെക്കുറിച്ച് വിലയിരുത്തണം, പറയണം, നല്ലൊരു പ്രവർത്തകനായിരുന്നു, അയാൾ നല്ലൊരു പ്രവർത്തകനായിരുന്നു എന്ന് എന്നെപ്പറ്റി പറയണം എന്ന് ചിന്തിക്കാമോ നബിയെ? എന്റെ ലക്ഷ്യം മുഴുവനും നല്ലതാണ്. പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ എന്നെക്കുറിച്ച് എന്റെ സഹപ്രവർത്തകരായ ഈ സഹാബത്ത് എന്നെക്കുറിച്ച് പറയണം, ഒരു നല്ല യോദ്ധാവായിരുന്നു അയാള്, അയാൾ ഒരു നല്ല സജീവ പ്രവർത്തകനായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു എന്ന് എന്നെ പറ്റി ഒന്ന് പറയണം. അങ്ങനെ എനിക്ക് ലക്ഷ്യം വെക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഖുൽ ഇന്നമാ ഖുൽ ലൗ കാനൽ
ഖുൽ ഇന്നമാ അന ബശറുൻ മിത്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വലിഹാ. അല്ലാഹുവിനെ കാണണമെന്ന് പരലോകത്ത് മോഹമുണ്ടെങ്കിൽ, റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ റബ്ബിനെ കാണണമെന്ന മോഹമുണ്ടെങ്കിൽ നല്ല അമല് ചെയ്തുകൊള്ളട്ടെ, ഒരു കലർപ്പുമില്ലാത്ത അമല് ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ശിർക്ക് കലരാത്ത ഇബാദത്ത് ചെയ്തുകൊള്ളട്ടെ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഷിർക്കുമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഷിർക്കാണ് അമലുൽ അജലിന്നാസി ഷിർകുൻ തർക്കുഹു, ലോകമാന്യത്തിനു വേണ്ടി ജനങ്ങളെ നല്ല അഭിപ്രായം പറയണമെന്ന ലക്ഷ്യത്തിൽ ഇബാദത്തെടുക്കുന്നത് ഷിർക്കാണ്. അഥവാ ലോകമാന്യമെന്ന റിയാഇന് ഷിർക്കുൻ അസ്ഗർ എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷെ പരലോകത്ത് വരുമ്പോ അമലുകൾക്ക് പ്രതിഫലമില്ല. അള്ളാഹു കാണട്ടെ എന്നതിന് പകരം ജനങ്ങൾ കാണട്ടെ എന്ന് ലക്ഷ്യം വെച്ചതുകൊണ്ട് അമലുകൾക്ക് ഒരു പ്രതിഫലവുമില്ല. ഈ സ്വഹാബിയുടെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു ലക്ഷ്യം പോലും ഹൃദയത്തിൽ വരാൻ പാടില്ല. ആശിഖുർ റസൂൽ എന്ന് എന്നെപ്പറ്റി പറയണം, ജനങ്ങളൊക്കെ എന്നെ പുകഴ്ത്തണം എന്ന് നമ്മൾ ലക്ഷ്യം വെക്കരുത്. അത് നമ്മുടെ ലക്ഷ്യത്തിൽ പെടരുത്. ജനങ്ങൾ നമ്മളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞോട്ടെ, പറയുക തന്നെയാണ് വേണ്ടത്. നല്ലത് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കുള്ള സാക്ഷികളാണ്. എന്താണ് സാക്ഷി പറയുന്നത്? കുണ്ടൂർ ഉസ്താദ് ആശിഖുർ റസൂലാണ്, കുണ്ടൂർ ഉസ്താദ് ആശിഖുർ റസൂലാണ്. ഒരാളല്ല, നൂറല്ല, 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പറയുകയാണ് കുണ്ടൂർ ഉസ്താദ് ആശിഖുർ റസൂൽ. അനൗൺസ് ചെയ്യുമ്പോൾ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ്, ഇങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഒരു പേര് വെറുതെ അങ്ങ് കിട്ടൂല, ഈ ഒരു അഡ്രസ് വെറുതെ അങ്ങ് വന്നു ചേരുകയില്ല. ഇക്കാണുന്ന മനുഷ്യന്മാര് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ സാക്ഷി പറയുമെന്നാണ്. ഒരു മനുഷ്യന്റെ കൂടെ അല്ലാഹു തആല റഖീബ് അതീദ് രണ്ട് മലക്കുകളെ വെച്ചിട്ടുണ്ട്. നന്മയും തിന്മയും എഴുതാൻ രണ്ട് മലക്കുകളെ അല്ലാഹു സംവിധാനിച്ചു. ഈ റഖീബിനെ, നന്മ എഴുതുന്ന മലക്കിനെ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതീദിനെ മാറ്റൂല. ഇന്നലെയുള്ള റഖീബല്ല ഇന്ന് നമ്മുടെ കൂടെ, മെനിഞ്ഞാന്നുണ്ടായിരുന്ന റഖീബല്ല ഇന്നലെ, കഴിഞ്ഞ കൊല്ലം ഈ ഉറൂസിന് വന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റഖീബല്ല ഇപ്പോ. ഓരോ ദിവസവും നമ്മുടെ കൂടെയുള്ള വെച്ച റഖീബിനെ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കും, നിത്യവും മാറ്റും. അതീദ് ആ ഒന്ന് തന്നെ, അതീദിനെ മാറ്റൂല. എന്തിനാണിത്? പരലോകത്ത് വരുമ്പോൾ മീസാൻ എന്ന തുലാസിൽ അമലുകൾ തൂക്കി നോക്കുമ്പോ നന്മയുടെയും തിന്മയുടെയും ഭാഗത്ത്, നന്മയുടെ ഭാഗത്ത് റഖീബും തിന്മയുടെ ഭാഗത്ത് അതീദും നിൽക്കും. പടച്ചവനെ, ഈ മനുഷ്യൻ തെറ്റ് ചെയ്തവനാണ്. ഈ മനുഷ്യൻ തെറ്റ് ചെയ്ത ആളാ. അതെ. ആരാ സാക്ഷി? ഞാനേ ഉള്ളൂ. അതീദിന് സാക്ഷിയില്ല. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന റഖീബ് പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ നന്മ ചെയ്തവനാണ്, ഇവരെ സ്വർഗം കൊടുക്കണം. ആരാ സാക്ഷി? ഞങ്ങളൊക്കെ സാക്ഷികളാണ്, ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. അതിനുവേണ്ടി ഈ മനുഷ്യന് പരലോകത്ത് സാക്ഷികളെ വർദ്ധിപ്പിക്കാൻ ഓരോ ദിവസവും ഓരോ മനുഷ്യന്റെ കൂടെയുമുള്ള റഖീബിനെ ഡെയിലി അല്ലാഹു മാറ്റിക്കൊണ്ടിരിക്കും. ഇന്നലെ ഉള്ള റഖീബല്ല ഇന്നുള്ളത്, മിനിഞ്ഞാന്നുണ്ടായിരുന്ന റഖീബല്ല ഇന്നലെ. അപ്പോൾ അല്ലാഹു ചെയ്യുന്ന ഒരു കരുണയുടെ ഭാഗമാണത്. അല്ലാഹു തആല ഇവന് സാക്ഷികളെ വർദ്ധിപ്പിക്കാൻ നന്മയുടെ തട്ടിന്റെ ഭാഗത്ത് ലക്ഷക്കണക്കിന് റഖീബുകളെ കൊണ്ടുവരും. ഈ മനുഷ്യൻ നന്മ ചെയ്തവനാണ്. ആരാ സാക്ഷി? ഞങ്ങളൊക്കെ സാക്ഷിയാണ്. തിന്മ പറയുന്ന അതീദ് പറയും, ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, സ്വർഗം കൊടുക്കരുത്, നരകത്തേക്ക് പോകേണ്ട ആളാണ്. എന്താ തെറ്റ് ചെയ്തു എന്നതിന് ആരാ സാക്ഷി? ഞാൻ തന്നെയുള്ളൂ. ഇത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. റബ്ബിന്റെ സംവിധാനമാണ്. ദുനിയാവ് അല്ലാഹുവിന്റെ അബ്ദിനെ, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു പരലോകത്തേക്ക് നമുക്ക് സാക്ഷികളായിട്ട് കൊണ്ടുവരും.
ഈ ജനങ്ങളൊക്കെ നമുക്ക് സാക്ഷി പറയും. നമ്മൾ ഈ ഉറൂസിന്റെ ദിൽ പങ്കെടുത്തപ്പോൾ ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട, മാതൃകയാക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠം ഈമാനിന്റെ ഭാഗമാണ് നബിതങ്ങളെ സ്നേഹിക്കൽ, അള്ളാഹുവിന്റെ റസൂലിനെ ലക്ഷ്യം വെക്കൽ. ആ ലക്ഷ്യം വെക്കുന്ന സ്വഭാവം നമുക്ക് കാണിച്ചു തന്ന കുണ്ടൂർ ഉസ്താദ് ജീവിതത്തിൽ നബിതങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച അനവധി സഹാബത്തിന്റെ കഥകളൊക്കെ ഉണ്ട്, നമ്മൾ സാധാരണ കേൾക്കുന്നതും. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചു വഫാത്തായി പോയ ആളല്ലേ. ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ള നമ്മുടെ മുമ്പിൽ ജീവിച്ച വഫാത്തായി പോയ ആളല്ലേ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് എത്രയായിരുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ശേഷവും അവർ ആശിഖുർ റസൂൽ ആയിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം മഹബത്ത് ചെയ്ത ആളായിരുന്നു എന്ന സാക്ഷികളെ അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളെ സംബന്ധിച്ചും പറയണം, നമുക്കും റബ്ബിന്റെ അടുക്കലേക്ക് സാക്ഷി വേണം. നബിതങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ചാൽ അള്ളാഹു അതിന് അർഹമായ ബഹുമാനം, പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു നൽകും, വലിയ പ്രതിഫലം നൽകും. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച ഒരാളെ അള്ളാഹു തല വെറുതെയാക്കും. ആരാണെങ്കിലും ശരി, അത് എവനാണെങ്കിലും ശരി, അത് ഒരു കാഫറാണെങ്കിലും ശരി, നബിതങ്ങളോട് മഹബത്ത് കാണിച്ചോ ആ കാണിച്ചവനെ അള്ളാഹു നിരാശപ്പെടുത്തൂല. അതിനൊരുപാട് ചരിത്രമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ ജിന്നാ സാഹിബ് പാകിസ്ഥാനിന്റെ രാഷ്ട്രപതിയാണ്. ഈ ജിന്നാ സാഹിബിന്റെ ആത്മകഥ വായിച്ചാൽ, ഞാൻ ആ ആത്മകഥ കിട്ടാൻ വേണ്ടി പാടുപെട്ട പാടെന്താണെന്നറിയോ? ആ പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ട് എവിടൊക്കെയോ പോയി കുറെ കഷ്ണങ്ങൾ ശേഖരിച്ചു. അതിൽ പറയുന്നത് കാണാം, 10 പ്രാവശ്യം SSLC എഴുതി തോറ്റ മനുഷ്യനാണ് ഇയാൾ. 10 വട്ടം SSLC എഴുതിയിട്ട് തോറ്റു എന്നാ. 8 പ്രാവശ്യം തോറ്റു, 2 പ്രാവശ്യം സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. ഈ ചങ്ങാതി പരീക്ഷ എഴുതിയാൽ തോൽക്കും, അപ്പൊ പരീക്ഷയ്ക്ക് ഇരുത്തൂല, അയാൾ ഒഴിവാക്കി. അങ്ങനെ ഇയാളെ വാപ്പ ഭയങ്കര കോടീശ്വരനാ, അസാധ്യ കോടീശ്വരനാ. ഇയാൾക്ക് കോത്ത് ഖയാലി കുറച്ച് കൂടുതലുണ്ട്. ഇയാള് കാറിന്റെ മെക്കാനിക്ക്, കാറിന്റെ ചോട്ട് കിടന്നിട്ട് കാറിന്റെ സ്പെയർ പാർട്സുകൾക്കായി വർക്ക്ഷോപ്പിലെ പണി ഇയാൾക്ക് ഇഷ്ടം. ഈ മേത്തൊക്കെ ഗ്രീസ് വരട്ടി മൊത്തം മുഷിഞ്ഞതൊക്കെ ധരിച്ച് വണ്ടിന്റെ സ്പെയർ പാർട്സുകൾ, അതും വർക്ക്ഷോപ്പിലെ പണികൾ, കാറ് നന്നാക്കണ പണികളാണ് അയക്കാൻ വിറ്റ്. ഇത് അയാൾക്ക് ഇഷ്ടം. അപ്പൊ ഇയാളെ വാപ്പ വിചാരിച്ചെന്നാ ഈ ഒരു വിഷയത്തിലെങ്കിലും ഈ ഗുരുത്തം കെട്ട മോനെ നന്നായി കിട്ടിയെങ്കിൽ. ലോകത്ത് വാഹനത്തിന്റെ മെക്കാനിക്ക് പഠിപ്പിക്കാൻ ഏറ്റവും വിദഗ്ധമായത് ജർമ്മനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജിന്നാ സാഹിബിന്റെ വാപ്പ പറഞ്ഞയച്ചു ജർമ്മനിയിലേക്ക്. ജർമ്മനിക്ക് പറഞ്ഞയച്ചു. ജിന്നാ സാഹിബ് ഷിയാണത്രേ. ഞാൻ ആരോപിക്കല്ല, പറഞ്ഞു കേട്ടത് പറയാം, നാക്കെല്ലോട് ഇത്രാന്നില്ല. അങ്ങനെ പറയപ്പെടുന്നു. അയാൾ ഷിയ വർഗത്തിൽപ്പെട്ട ആളാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ ആ പ്രചാരം, ഞാൻ ആരോപിക്കല്ല, സത്യാവസ്ഥ അല്ലാഹു അഅലം, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇയാള് ജർമ്മനിയിൽ ചെന്നിട്ട് കാറിന്റെ മെക്കാനിക്ക് പഠിക്കാനുള്ള വാപ്പ വിട്ടത്. എത്ര പണം ചെലവാക്കിയാലും വേണ്ടില്ല, ഇയാൾ കാറിന്റെ മെക്കാനിക്കല് വലിയ ഡോക്ടറേറ്റ് വാങ്ങി ഡിപ്ലോമ ഒക്കെ വാങ്ങിയിട്ട് വന്നെങ്കിൽ എന്നാണ് വാപ്പാന്റെ ലക്ഷ്യം. ഇയാൾ അവിടെ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വാപ്പാക്കൊരു കത്ത്, വാപ്പ ഞാനൊരു അഡ്വക്കറ്റ് ആകാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും? 10 കൊല്ലം SSLC എഴുതി തോറ്റ മനുഷ്യനെ പഠിക്കാൻ ഈ മരമണ്ടൂസിനെ പറ്റൂല എന്ന് മനസ്സിലാക്കിയ വാപ്പ അയാൾ ജർമ്മനിക്ക് പറഞ്ഞയച്ചിട്ട് ഇയാൾ എങ്ങനെയെങ്കിലും ഒരു കാറിന്റെ മെക്കാനിക്കെങ്കിലും പഠിച്ചിരുന്ന ആ വിഷയത്തിലെങ്കിലും ഇയാളൊന്ന് ഉഷാറാകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ, അപ്പൊ അവിടുന്ന് അയാൾ എഴുതുന്നത് ഞാനൊരു അഡ്വക്കറ്റ് ആകാൻ പോവാണ്, ഒരു വക്കീലാകാൻ പോവാണ്. ഈ കത്ത് വായിച്ച വാപ്പ ചിരിച്ചു. ചിരിക്കല്ലാതെ എന്താ ചെയ്യാ? വാപ്പ ചിരിച്ചിട്ട് പറഞ്ഞപ്പോ അഡ്വക്കറ്റ് ഒന്നും ആകണ്ട, പോയ പണി പഠിച്ചാൽ മതി. അങ്ങനെ വാപ്പ മറുപടി എഴുതി. ഇയാൾ തന്റെ സ്നേഹിതന്മാരെയും കൂട്ടി ജർമ്മനിയിലെ, ഇനിയാണ് കഥയുടെ തുടക്കം, ഇയാൾ ജർമ്മനിയിലുള്ള ലോ കോളേജുകൾ മുഴുവനും പരതി. എല്ലാ ലോ കോളേജുകളിലും ചെന്ന് പരതി. എവിടെയാണ് പഠിക്കാൻ ഏറ്റവും നല്ലത്? വാപ്പ അറിയാതെ സ്വകാര്യത്തിൽ ഇയാൾ വശത്താക്കുകയാണ്. അങ്ങനെ അയാൾ ചെന്നു നോക്കിയപ്പോൾ, പല കോളേജുകളും കയറി ഇറങ്ങിയപ്പോ
പ്രസിദ്ധമായ ഒരു കോളേജിൽ കയറി ചെന്ന സമയത്ത് അവിടെയുണ്ട് പ്രിൻസിപ്പലുടെ മുമ്പിൽ ആ കോളേജിന്റെ ഏറ്റവും ഉയർന്ന മേധാവിയുടെ കസേരക്ക് മുകളിൽ ലോകം കണ്ട 21 നിയമജ്ഞന്മാർ ഒരു ഫ്രെയിം ചെയ്തു വെച്ച് അതിൽ പേരുണ്ട്, 21 ആളെ പേര്. എന്താ അതിലുള്ളത്? ലോകം കണ്ട 21 നിയമജ്ഞന്മാർ. ജിന്നാ സാഹിബ് കാണാൻ 21 നിയമജ്ഞന്മാരുടെ പേര് ഈ വൈസ് ചാൻസലർ ഇരിക്കുന്നതിന്റെ മുകളിൽ ചുമരിന്മേൽ തൂക്കിയിരിക്കുന്നു. അതിൽ ഫസ്റ്റിലെഴുതിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. അവിടെ വെച്ച് ജിന്നാ സാഹിബ് തീരുമാനിച്ചു, ഞാൻ ഇവിടെ തന്നെ പഠിക്കുകയാണ്, ഇനി ഒരു കോളേജ് തെരഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇസ്ലാമിന്റെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒന്നാമത് എഴുതി വെക്കുകയും അതിന്റെ നേരെ താഴെയാണ് തന്റെ മതത്തിന്റെ, താൻ ഉൾക്കൊള്ളുന്ന ക്രിസ്തു മതത്തിന്റെ നേതാക്കളുടെ പേര് എഴുതി വെച്ചതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് ഫസ്റ്റിൽ എഴുതി വെച്ച ഈ സ്ഥാപനം തന്നെ ഇനി വേറെ ഒരു സ്ഥാപനം തെരഞ്ഞ് ഞാൻ പോയില്ല. അയാൾ അവിടെ പഠിച്ചു. അയാൾ പഠിച്ചിട്ട് 10 വട്ടം SSLC എഴുതി തോറ്റ ഈ മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി മാറി. നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ വാദിച്ച ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. ജീവിതത്തിൽ ജിന്ന വാദിച്ച ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. അതിഗംഭീരമായ വിജയം, ശത്രുപക്ഷത്ത് ഭീമമായ പരാജയം സൃഷ്ടിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് എഴുതി വെച്ചതിന്റെ പേരിൽ അതിന് പരിഗണന നൽകിയ ഒരൊറ്റ കാരണത്താൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അയാളുടെ ആത്മകഥയിൽ പറഞ്ഞ ചരിത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എതിർപ്പുണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യൊന്നും വേണ്ട. ഞാൻ മനസ്സിലാക്കുന്നത്, അയാൾക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ടുണ്ടോ, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകാൻ ഒരു SSLCക്ക് ജയിക്കാൻ പോലും കഴിയാത്ത ഒരാൾക്ക് തന്റെ വാപ്പ തന്നെപ്പറ്റി ഒരു മരവണ്ടൂസനാണെന്ന് മനസ്സിലാക്കി കാറിന്റെ മെക്കാനിക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു എങ്കിൽ ആ മനുഷ്യന് ഈ സ്ഥാനം കിട്ടിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് നൽകിയ ഒരു സ്ഥാപനം തെരഞ്ഞെടുത്ത കാരണമാണ്. അതുകൊണ്ട് അത് വലിയ ബർക്കത്തുള്ളത്, ആ വിഷയം ബർക്കത്തുള്ളതാണ്. ഈ സംഗതി ഞാൻ പറഞ്ഞല്ലോ, ആര് എന്ത് ചെയ്താലും അള്ളാഹു കൂലി കൊടുക്കും. അത് കാഫിർ ചെയ്താലും കൊടുക്കും, ഷിയ ചെയ്താലും കൊടുക്കും, ആര് ചെയ്താലും കൊടുക്കും. ഒരു പക്ഷി ചെയ്താലും കൊടുക്കും, ഒരു മൃഗം ചെയ്താലും കൊടുക്കും, ആര് ചെയ്താലും കൊടുക്കും. അതിന് ബർക്കത്ത് കൊടുക്കും. ഹറമിൽ താമസിക്കുന്ന പ്രാവുകളെ കണ്ടിട്ടില്ലേ? മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന പ്രാവുകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് സൗർ പർവ്വതത്തിന്റെ മുകളിൽ കയറി. ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് ഇറങ്ങി അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒളിച്ചിരുന്നപ്പോൾ അവിടെ വന്ന പ്രാവ്, റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് അവിടെ ഒരു പ്രാവ് വന്ന്, 2 പ്രാക്കൾ വന്നിട്ട് ആൺപ്രാവ് പെൺപ്രാവിനോട് പറയുന്നു, നീ മുട്ടയിട്. അള്ളാന്റെ റസൂല് നമ്മളെ വീട്ടിൽ വന്നതല്ലേ, നമ്മെ കൊണ്ടാകുന്ന ഒരു സഹായം ഈ റസൂലുള്ളാഹിക്ക് നമ്മൾ നൽകണമെന്ന് പറഞ്ഞ് ആൺപ്രാവ് പെൺപ്രാവിനോട് മുട്ടയിടാൻ പറയുകയും ആ മുട്ടയുടെ മീത് അടയിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് ആ പെൺപ്രാവ് മുട്ടയുടെ മീത് അടയിരുന്നതിന്റെ ഫലമാണ് ശത്രുക്കൾ അവിടെ വന്നപ്പോൾ ഈ പ്രാവ് അടയിരിക്കുന്നത് കണ്ടിട്ട് ഇവിടെയാണോ ഒരാൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പ്രാവ് സന്തോഷിച്ചു. അതിന്റെ ഫലമാണ് ലന്നുൽ ഹമാമ വമന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തറുമി വലം തഹുമി എന്ന വരിയുടെ എന്ന പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയുടെ ശറഹായ അൽ ഉംദ ഫീ ശറഹുൽ ബുർദയിൽ പറഞ്ഞു കാണാം, ഹറമിൽ താമസിക്കാൻ അല്ലാഹു ആ പ്രാവിന് സൗകര്യം ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് സഹായം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഹറമിൽ താമസിക്കാനുള്ള സൗകര്യം ആ പ്രാവുകൾക്ക് അല്ലാഹു നൽകി. അതാണ് ഇന്ന് മക്കത്തെ ഹറമിൽ കാണുന്ന പ്രാവുകൾ. ആർക്കും അല്ലാഹു കൊടുക്കും.
ആർക്കും അള്ളാഹു ഈ പദവി കൊടുക്കും. അത് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഒരു കാഫിർ സ്വലാത്ത് ചൊല്ലിയാൽ ആ കാഫിറിന് കൂലി കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ കാഫിർ സ്വലാത്തിലെ കൂലി അമല് ചെയ്താൽ അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ മുഅ്മിനാകണ്ടേ, ഈമാൻ ഷർത്തല്ലേ? ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. അവിശ്വാസികൾ അമൽ ചെയ്താൽ എങ്ങനെ പ്രതിഫലം കിട്ടും? മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ്. കാഫിറിന് എങ്ങനെ കൂലി കിട്ടുക? അവൻ അമൽ ചെയ്താൽ ഈമാനില്ലാതെ കൂലി കിട്ടൂല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. റബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത് എന്നൊക്കെയും നമുക്ക് സംശയം വരും. പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, തങ്ങളുടെ മഹത്വം പരിഗണിച്ചുകൊണ്ട് ഒരു കാഫിർ, ഒരു അവിശ്വാസി നബി തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാലും, മദ്രസയിലെ കുട്ടികൾ നബിദിനാഘോഷത്തിന്റെ റാലി പോകുമ്പോ, പ്രകടനം പോകുമ്പോ, വിളംബരജാഥ പോകുമ്പോ, ഈ രാജ്യത്തുള്ള അമുസ്ലിംകൾ ആ നബിദിന റാലിയിൽ സ്വലാത്ത് ചൊല്ലിപ്പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് മിഠായി വെച്ചു കൊടുത്താൽ ആ കൊടുത്ത മിഠായിയുടെ പ്രതിഫലം പരലോകത്ത് അവന് ലഭിക്കും. ഉറപ്പാണ്, സംശയമില്ല. അത് കിട്ടുമെന്ന് ഉറപ്പാണ്, അത് സംശയമില്ല. സ്വീകരിക്കപ്പെട്ടുപോയി. എന്താണ്? നരകത്തിൽ നിന്ന് മോചനമല്ല. പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള മോചനമല്ല. പിന്നെ നരകത്തിൽ അവന്റെ ശിക്ഷ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്നാണ്. അബൂലഹബിന് കണ്ടില്ലേ നരകത്തിലെ ശിക്ഷ അള്ളാഹു ലഘൂകരിച്ചു കൊടുത്തില്ലേ? തിങ്കളാഴ്ച നരകം ഹോളിഡേ. അബൂലഹബിൻ അള്ളാഹുവിന്റെ റസൂലിനെ എത്രമാത്രം ദ്രോഹിച്ച മനുഷ്യനാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് ആര് എന്തു ചെയ്താലും അത് ആരാണ്? മതത്തിന്റെ പരിഗണനയില്ലാതെ, വിശ്വാസം പരിഗണിക്കാതെ, മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആര് ചെയ്താലും ദുന്യാവിൽ അള്ളാഹു അവന്റെ പ്രതിഫലം കൊടുക്കും. മുഅ്മിനാണോ പരലോകത്ത് പിന്നെ അയാളെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു അവിശ്വാസിക്ക് പോലും നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെങ്കിൽ ഈമാനോടെ ചെയ്താൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലം? അതാണ് അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയം. നബിതങ്ങളെ സ്നേഹിച്ച്, നബിതങ്ങളോട് ബന്ധപ്പെട്ട് തങ്ങളുടെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തും നൽകുന്ന പദവിയുടെ വലിയ ഉദാഹരണമാണ് ഈ നടക്കുന്ന ഉറൂസ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് വരുമ്പോ ചരിത്രം പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഉറൂസിലും മറ്റുമായി അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്തിനാണ്? മഹാന്മാരായ സ്വാലിഹീങ്ങളെ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. ദിക്റുൽ അംബിയായി കഫാറത്തുൻ വ ദിക്റു സ്വാലിഹീന ഇബാദ്. അതുപോലെ മറ്റൊന്നാണ് ആ മഹാന്മാര് ചെയ്തു വച്ചിരിക്കുന്ന പ്രവൃത്തികൾ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കി അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് സ്നേഹിച്ചും ബഹുമാനിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്നവരുടെ കൂടെ കൂടാതെ, അവരെ സ്നേഹിക്കാതെ പരമാവധി നമ്മുടെ ഖൽബ് കൊണ്ട് അവരെ വെറുക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മനുഷ്യൻ കുറ്റം പറഞ്ഞാൽ മാത്രമല്ല, കുറ്റം പറയുന്നവരെ കൂടെ കൂടിയാൽ, അവരോട് സ്നേഹബന്ധം പുലർത്തിയാൽ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു കഥയുണ്ട്. ഒരു സഹാബി പറയുകയാണ്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് കൊണ്ടുവന്നു ആ കുട്ടിയെ. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ മന്ദിരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടിയുടെ നെറ്റിയിൽ മുത്തം വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തട്ടിയ ശരീരമാണ്, നബിതങ്ങൾ മുത്തം വെച്ച ശരീരമാണ്. ഈ കുട്ടിയുടെ നെറ്റിയിൽ ഒരു പ്രത്യേകമായ അടയാളം കാണുമായിരുന്നു. അങ്ങനെ ആ കുട്ടി എല്ലാവർക്കും കൗതുകമുള്ള ഒരു കുട്ടിയായി വളർന്നു.
നെറ്റിയിൽ നല്ല രസകരമായ മുടി, ചെമ്പമുടി കാണുന്നു, പ്രത്യേകമായ മുടി. ചില മൃഗങ്ങൾക്കില്ലേ നെറ്റിച്ചൂട്ട്, വെളുത്തിട്ട് ഒരു ചെറിയ റൗണ്ട് നിറത്തിൽ കാണാം. ഒരഴകായിട്ട് നാം അത് മനസ്സിലാക്കാറുണ്ട്, അഴകിന്റെ രൂപത്തിൽ തന്നെ കാണാറുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് പ്രത്യേകമായ ഒരു അഴകിന്റെ മുടി ആ കുട്ടിയുടെ നെറ്റിയോട് ചേർന്ന് കാണപ്പെട്ടു. നല്ല പ്രകാശമുള്ള മുടി. ആര് എവിടെ വെച്ച് നോക്കിയാലും വല്ലാത്ത ഒരു അത്ഭുതമുള്ള കുട്ടി. അങ്ങനെ ആ കുട്ടി യുവാവായി വളർന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്ന ബിദ്അത്തുകാരെ കൂടെ കൂടി. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ പറയുകയാണ്, സ്വഹാബത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടോ, മനസ്സിലാക്കണം. ഞങ്ങളിരിക്കുന്ന സദസ്സിൽ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കുട്ടി ജനിച്ചപ്പോൾ ഒരു സ്വഹാബിയുടെ മോനാണിത് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ള മന്ത്രിച്ചു കൊടുത്ത കുട്ടിയാണ്, റസൂലുള്ള നെറ്റിയിൽ മുത്തം കൊടുത്ത കുട്ടിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ ശരീരത്തിൽ വെച്ച് തടകിയ കുട്ടിയാണ്. ഈ കുട്ടി പിന്നീട് ബിദ്അത്തുകാരെ കൂടെ കൂടി. നല്ല ബർക്കത്തുള്ള ഐശ്വര്യമുള്ള കുട്ടി, നാട്ടുകാർക്കൊക്കെ വലിയ പ്രിയങ്കരനാണ്, എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, ആദരവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ തട്ടിയ ആസാറാണല്ലോ ഇത് എന്ന നിലക്ക് എല്ലാവരും ബഹുമാനം കൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ആസാറുകളോട് ബഹുമാനമുണ്ട്. ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ്, ഫൻളുർ നിങ്ങൾ നോക്ക്, ഇലാ ആസാരി റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ആസാറിലേക്ക്. അള്ളാന്റെ റഹ്മത്ത് ഏതാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂലാണ് അള്ളാന്റെ റഹ്മത്ത്. ആ റഹ്മത്തിന്റെ ആസാർ റസൂലുള്ളാഹി തങ്ങളുടെ കൈ തട്ടിയ സ്ഥലത്തിന്റെ ബർക്കത്ത് വെളിപ്പെട്ട് കാണുകയാണ്. ആ റഹ്മത്തും കണ്ട് സന്തോഷിക്കുന്നതിനിടയിലാണ് ഈ കുട്ടി ബിദ്അത്തിലേക്ക് പോയത്. അതോടുകൂടി ഈ നെറ്റിയിൽ നിന്ന് ആ പ്രകാശം മാഞ്ഞുപോയി, ഈ മുടി കൊഴിഞ്ഞുപോയി, പ്രകാശം മാഞ്ഞുപോയി. ആ കുട്ടിയുടെ മുഖത്ത് തന്നെ എന്തോ ഒരു ഭീകരത, എന്തോ ഒരു വല്ലാത്ത ഈമാനിന്റെ പ്രഭയെല്ലാം ആ മുഖത്ത് നിന്നുപോയി. ഇന്നും കണ്ടില്ലേ നിങ്ങൾ, ബിദ്അത്തുകാരന്റെ താടി കണ്ടാൽ, തലമറക്കാത്ത താടി കണ്ടാൽ മനസ്സിലാക്കാം. ഇപ്പോഴും അവന്റെ മുഖത്തേക്കന്ന് നോക്കിയാൽ തന്നെ ആ ലക്ഷണം മനസ്സിലാവും. ബിദ്അത്ത് ഖൽബിൽ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനാദരവ് ഹൃദയത്തിൽ വന്നാൽ ആ മനുഷ്യനെ പെട്ടെന്ന് മനസ്സിലാക്കാനാകും. അവന്റെ മുഖം അത് വിളിച്ചു പറയും. ഇത് ആ കുട്ടിയിൽ കാണപ്പെട്ടപ്പോൾ സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങൾ ആ കുട്ടിയുടെ പിന്നാലെ കൂടി. ഞങ്ങൾ പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, മോനെ നീ വഴിതെറ്റിപ്പോയി മോനെ, റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന ബിദ്അത്തുകാരെ കൂടെ നീ കൂടരുത്. അള്ളാഹുവിന്റെ റസൂല് മന്ത്രിച്ച കുട്ടിയല്ലേ നീ, അള്ളാഹുവിന്റെ റസൂല് തടകി തന്ന മോനല്ലേ നീ, അള്ളാഹുവിന്റെ റസൂല് നെറ്റിയിൽ മുത്തം വെച്ച മോനല്ലേ നീ വഴിതെറ്റിപ്പോകരുത്, റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ കുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ കൂടി. അതാ ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിന്റെ ഫലമായി അള്ളാഹുവിന്റെ റസൂല് മന്ത്രിച്ചു കൊടുത്ത ബർക്കത്ത് കൊണ്ട് തന്നെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ബിദ്അത്തിൽ പോയി പെട്ടവൻ മടങ്ങി വരില്ല, ബിദ്അത്തിൽ പോയി പെട്ട് കുടുങ്ങിപ്പോയവൻ മടങ്ങി വരില്ല. കാരണം ഈമാനിന്റെ അടിത്തറയെ ഇളക്കിക്കളയുന്ന, തകർത്ത് കളയുന്ന വിശ്വാസമാണ് ബിദ്അത്ത്. അതിൽപ്പെട്ട ഒരു മനുഷ്യൻ മടങ്ങി വരില്ല. അല്ലാഹുവിന്റെ റസൂല് മന്ത്രിച്ചു കൊടുത്ത കുട്ടിയല്ലേ, റസൂലുള്ള തടകിക്കൊടുത്ത കുട്ടിയല്ലേ. ആ കുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ കൂടിയിട്ട് കുറേ ദിവസം പരിശ്രമിച്ചപ്പോ അൽഹംദുലില്ലാഹ് ആ കുട്ടി സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ നെറ്റിൽ അതേ മുടി പിന്നെയും വെളിവായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കണ്ടിരുന്ന ആ റസൂലുള്ളാഹിന്റെ റഹ്മത്തായി കിട്ടിയ ആ പുന്നാര പൂവിന്റെ കൈ തട്ടിയ ബർക്കത്തുകളൊക്കെ ആ കുട്ടിയിൽ വീണ്ടും തിരിച്ചു കാണാൻ തുടങ്ങി. ഈമാനിന്റെ പ്രഭ, ഈമാനിന്റെ അടയാളങ്ങൾ ബിദ്അത്തിന്റെ കൂടെ കൂടിയാൽ അല്ലാഹു ഖൽബിൽ നിന്ന് ഊരിക്കളയും. പിന്നെ അവന്റെ ഖൽബിൽ ഈമാനിന്റെ പ്രഭയില്ല, മുഖത്ത് അത് കാണപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്നവരുടെ കൂടെ കൂടരുത്. നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്?
അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് സ്വർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത് പിച്ചളയാണ്. നബി തങ്ങളുടെ നാവ് വെള്ളിയാണ്. അള്ളാഹുവിന്റെ റസൂലിനും പഞ്ചലോഹ നിർമ്മിതമാണ്. അതുകൊണ്ട് നബി തങ്ങൾ ഒരു അസാധാരണ മനുഷ്യനാണ് എന്നാണോ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികാരൻ നമ്മളെക്കുറിച്ച് ആരോപിക്കുന്നുണ്ടോ? അതുമില്ല. പിന്നെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ അസാധാരണ മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ എല്ലാവരും കാണുന്നത് പോലെയല്ല. തങ്ങളുടെ കണ്ണിന് ഒരു പ്രത്യേകമായ വ്യക്തിത്വമുണ്ട്, തങ്ങളുടെ കാതിനൊരു പ്രത്യേകമായ വ്യക്തിത്വമുണ്ട്, തങ്ങളുടെ ശരീരത്തിൽ മുഴുവനും ഒരു പ്രത്യേകമായ വ്യക്തിത്വമുണ്ട്. അതാണ് നബി അസാധാരണ മനുഷ്യനെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലേ നമ്മൾ റസൂലുള്ളാഹി അസാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത്? അവിടുത്തെ വ്യക്തിത്വത്തിന്റെ പേരിലല്ലേ? അത് അംഗീകരിക്കാനാകില്ല ബിദ്അത്തുകാർ സാധാരണ മനുഷ്യനെന്ന് പറയുമ്പോ നബിയുടെ വ്യക്തിത്വം പോലും അംഗീകരിക്കാത്തവരാണ് ബിദ്അത്തെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം പോലും അംഗീകരിക്കാത്ത ഈ ബിദ്അത്തുകാരന്റെ കൂടെ ഇരിക്കാൻ, അവനോട് കൂട്ടുചേരാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുള്ള ഒരു മുഅ്മിനിന് സാധ്യമല്ല, സാധിക്കുകയില്ല. അതിൽ നമ്മൾ പോയി കൊടുങ്ങുകയും ചെയ്യരുത്. നബി തങ്ങളോട് ഒരു സ്നേഹവും പ്രകടിപ്പിക്കാതെ വെറും ഒരു സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്ന ആളുകളുടെ കൂടെ കൂടരുത്. മക്കാ മുശ്രിക്കുകളുടെ വാദം അതായിരുന്നു. മക്കാ മുശ്രിക്കുകൾ പറയുമായിരുന്നു, പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ മുഹമ്മദേ താങ്കളെ ഞങ്ങൾ വകവെക്കില്ല, താങ്കളെ ഞങ്ങൾ വകവെക്കില്ല. നീ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഖുർആനിലില്ലേ? പരിശുദ്ധ ഖുർആനിലില്ലേ? അബൂജഹലും പാർട്ടിയും നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ താങ്കളെ ഞങ്ങൾ വ്യക്തിപരമായി അംഗീകരിക്കില്ല. ഇതാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ബിദ്അത്തുകാർ റസൂലുള്ളാഹിന്റെ നുബൂവത്തിന്റെ വിഷയങ്ങൾ, ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ആരാ പഠിപ്പിച്ചത്? മക്കത്തെ പ്രവാചക പ്രഭു ശിരോമണി പഠിപ്പിച്ചതാ. അത് പറയാൻ ഉഷാറ്. പക്ഷേ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം അംഗീകരിക്കൂല. വ്യക്തിത്വം അംഗീകരിച്ചില്ലെങ്കിൽ അവന് പറയാനുള്ള പേര് മക്കത്ത് അബൂജഹലിനും പാർട്ടിക്കും എന്ത് പറയണമോ അതേ ആശയം വെച്ച് ഉയർത്തുന്നവർക്ക് പറയണ്ടേ. അവരോടെങ്ങനെ സഹകരിക്കാൻ കഴിയും? അവരോടെങ്ങനെ ഐക്യപ്പെടാൻ കഴിയും? അവരോടെങ്ങനെ കൂട്ടുകൂടാൻ കഴിയും? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുമ്പോൾ നബി തങ്ങളെ സ്നേഹിച്ച ഒരു ഹൃദയം കൊണ്ട്, ഒരു കാദിമായ ഇഷ്കിന്റെ പേരിലെങ്കിലും പരലോകത്ത് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽപ്പെടാൻ ആഗ്രഹിക്കേണ്ട മനുഷ്യൻ, അവിടുന്ന് സാദിഖായ ഇഷ്കിലേക്ക് ഉയരാൻ പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട മനുഷ്യൻ, അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്ന ബിദ്അത്തിൽ പോകില്ല എന്നും അവരോട് സഹകരിക്കില്ലെന്നും ഓരോ സമ്മേളനങ്ങളും ഓരോ മൗലിദിന്റെ മജ്ലിസുകളും പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ഹൃദയം നമ്മോട് വിളിച്ചു പറയണം. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അർഹമുർ-റഹീമായ റബ്ബേ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. കുണ്ടൂർ ഉസ്താദിനെയും ഞങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും ഈ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ചാണ് ഈ മഹത്തായ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായ ഒന്നും ഇതിന്റെ പിന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹബീബിനെയും ഹബീബിനെ സ്നേഹിച്ചവരുടെയും മജ്ലിസാണ് ഈ മജ്ലിസ്. ഇതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പുകഴ്ചയും വളർമയും വലുതാക്കലും പ്രചരിപ്പിക്കലുമാണ് നമ്മുടെ ലക്ഷ്യം. റബീഉൽ അവ്വൽ മാസത്തിന്റെ കാൽവപ്പാട് ഇങ്ങനത്തെ ഈ പുണ്യമായ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചൊവ്വാഴ്ച ദിവസമാണ് വഫാത്തായത്. കുണ്ടൂർ ഉസ്താദും ചൊവ്വാഴ്ചയാണ് വഫാത്തായതാണെന്നാണ് എന്റെ ഓർമ്മ. ഒരുപാട് മഹാന്മാരെ ചരിത്രം ഞാൻ ആ വിഷയത്തിൽ നോക്കിയപ്പോ കുണ്ടൂർ ഉസ്താദ് വഫാത്തായ ദിവസം വഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട്. ഒക്കെ ആശിഖുർ റസൂലിങ്ങളായ ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു അവരെയും നമ്മളെ ഒക്കെ നാളെ സ്വർഗത്തിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും നല്ലപോലെ പരിശ്രമിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുർ-റഹീമായ റബ്ബ് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ.
സഹോദരന്മാരെ, നാളെയും മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ വന്യരായ ആട്ടീരി തങ്ങപ്പാപ്പാന്റെ വാള് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും തങ്ങപ്പാപ്പാന്റെ ദുആ നടക്കാൻ പോവുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിനെയും ഈ ഉറൂസിനെയും ഒക്കെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. ഈ മജ്‌ലിസിലേക്ക് ഭക്ഷണത്തിന് ആവശ്യമായ മാംസങ്ങളും അതുപോലെ അരികളും പഴക്കുലകളും പലഹാരങ്ങളും ഉൾപ്പെടെ ധാരാളം തന്നവർ, അബ്ബാബുൽ ഓസിയയുടെ എല്ലാവരുടെ അടുത്തേക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഷാദുൽ ഇവിടെ നടക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എല്ലാം വളരെ പെട്ടെന്ന് നടക്കും. എല്ലാവരും അവിടെ റെഡിയായിരിക്കുക. ഉടനെ ഷാദുലി റാത്തീബ് ആരംഭിക്കാൻ പോകണം. അതിനു മുമ്പായി നമ്മുടെ മജ്‌ലിസിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്ലാരി ബാബു ഉസ്താദ്, വളരെ അസുഖമുണ്ടായിട്ട് പോലും ഉസ്താദിന്റെ ശിഷ്യനും മഹിബുമാണ്. അള്ളാഹു മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണ ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അതേപ്രകാരം ഈ വന്ന ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് ഈ മജ്‌ലിസിലുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഒന്നരായ തങ്ങപ്പാപ്പയുടെ ദുആയോടെ ഈ വാഴ് മജ്‌ലിസ് ഇവിടെ സമാപിക്കും. ശേഷം ഉടനെ തന്നെ ഷാദുലി റാത്തീബിന്റെ മജ്‌ലിസ് ഇവിടെ നമ്മുടെ അങ്കണത്തിൽ നടക്കാൻ പോവുകയാണ്. അള്ളാഹു എല്ലാ സംരംഭങ്ങളും അള്ളാഹു വിജയത്തിലാക്കി തരുമാറാകട്ടെ. നാളെ 4 മണിക്ക് ഖാദിരിയ റാത്തീബുണ്ട്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തങ്ങപ്പാപ്പാന്റെ മുത്തുനബി എന്ന വിഷയത്തിലെ വാളുണ്ട്. കഴിഞ്ഞ ഉടനെ കോയ കാപ്പാടിന്റെ ജിഫായി റാത്തീബ് എല്ലാ വർഷത്തെ പോലെ നാളെയും തങ്ങപ്പാപ്പാന്റെ വാളു കഴിഞ്ഞാൽ ജിഫായി റാത്തീബിന്റെ മജ്‌ലിസ് ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിനും തന്നെ നമ്മുടെ വാളിലെത്തിച്ചേരണം. അസർ മുതൽക്ക് തന്നെ മഗ്‌രിബ് മജ്‌ലിസ് ആരംഭിക്കുന്നതാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ഉറുസ് ബാറക്കിന്റെ ഉപഹാരമായി സന്താന പരിപാലനം കഴിഞ്ഞ വർഷം സ്ത്രീകളെ സംബന്ധിച്ചായിരുന്നു. നമ്മുടെ ഗൗസിയ ദഅവ കോളേജ് ഇറക്കുന്ന സുവനീറായ സന്താന പരിപാലനം എന്ന വിഷയത്തിലാണ് ഈ വർഷത്തെ ഉറുസ് ബാറക്കിന്റെ ഉപഹാരം ഇവിടെ തയ്യാർ ചെയ്തു വച്ചിട്ടുള്ളത്. അതിന്റെ പ്രകാശന കർമ്മം വന്യരായ ആട്ടീരി തങ്ങപ്പാപ്പ നമ്മുടെ ക്ലാരി ബാവുസ്താദിന് നൽകി അതിന്റെയും പ്രകാശനം നിർവഹിക്കുകയാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ദേവാ കോളേജിലെ വിദ്യാർത്ഥികൾ ഓരോ വർഷത്തെ ഉറൂസ് നിൽക്കുന്ന ഉപഹാരമാണ്. കഴിഞ്ഞ വർഷത്തെ ഉപഹാരം സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമുള്ള വിഷയമായിരുന്നു. രണ്ടാമതായി ഇപ്പോഴത്തെ ഉപഹാരം സന്താന പരിപാലനം എന്ന വിഷയത്തിലാണ്. ദേവാ കോളേജിലെ പ്രിൻസിപ്പൽ അസ്രഫ് സക്കാഫി വെള്ളക്കോടിന്റെ ലുക്മാനുൽ ഹക്കീം തത്വചിന്തകൾ എന്ന പുസ്തകം, തവാക്കൽ വിദ്യാർത്ഥി ഏക സിവിൽ കോഡ് എന്ന പുസ്തകം, നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ ഉസ്താദ് സുഹൈർ സക്കാഫിയുടെ പ്രത്യേകമായ പുസ്തകം, അതെല്ലാം തന്നെ നമ്മുടെ ഗൗസിയ ബുക്ക് സ്റ്റാളിലെല്ലാം കിട്ടുമെന്ന് അറിയിക്കുന്നു. ഈ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് ബാറക്കിന്റെ ഉപഹാരം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി വന്യരായ അട്ടീരി തങ്ങപ്പാപ്പാനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ക്ലാരി ബാവ ഉസ്താദിനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ഉസ്താദ് തന്നെ കുണ്ടൂർ ഉസ്താദിന്റെ ശിഷ്യനും ഉസ്താദിന്റെ പരിചയം എല്ലാ നിലക്കും ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഇന്നത്തെ സാന്നിധ്യം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ക്ലാരിയിൽ ബഹുമാനപ്പെട്ട അബൂക്കർ ഹാജി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചു അല്ലാഹു തആല ശിഫ കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കു വേണ്ടിയും ബഹുമാനപ്പെട്ട ആട്ടീരി തങ്ങപ്പാപ്പ നമുക്ക് ദുആ ചെയ്തു തരും. നാളെ ഇൻഷാ അല്ലാഹ് മുത്തുനബി എന്ന വിഷയത്തിൽ വയല് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ബാവാജി വയല് നിർത്തേണ്ട, വയലങ്ങനെ പറയട്ടെ എന്നറിയാൻ പറഞ്ഞതായിരുന്നു. തങ്ങപ്പാപ്പ ഇൻഷാ അല്ലാഹ് വയല് നിർത്തി. ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് ആവശ്യമായ മുത്തുനബി എന്ന വിഷയം ആശിഖുർ റസൂലിന്റെ ഹളറത്തിൽ നമുക്ക് പറഞ്ഞു തരും. എല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരണം. ഇൻഷാ അല്ലാഹ് തങ്ങപ്പാപ്പാന്റെ ദുആക്ക് ശേഷം ഷാദുലി റാത്തീബ് നടക്കുന്നതാണ്. നാളത്തെ വാദിന് ശേഷം കവയ കാപ്പാടിന്റെ ദിഫായി റാത്തീബും നടക്കുന്നതാണ്. സംഭവം ഡിസംബർ 21 തന്നല അറക്കൽ വെച്ച് ഉബുർ റസൂൽ സമ്മേളനമുണ്ട്. അതിലേക്ക് സ്വലാത്തുകൾ ചെല്ലാനുള്ള ഒരു കടലാസാണ് വിതരണം. ബഷീർ ബാക്കവി ഇരുമ്പുഴിയാണ് അന്ന് വാല് പറയുന്നത്. ദ്വാരക്കൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങപ്പാപ്പ, കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെല്ലാമായിരുന്ന വിദ്യാർത്ഥി ഫൈസലിന്റെ അന്യൻ അത്തിപ്പറ്റ അലി എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥി ഇന്ന് മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞിരിക്കും. അള്ളാഹു അവന്റെ ഖബർ എന്ന് സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ.
നമ്മുടെ അൽബ്യാവ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നിരുന്ന ആളാണ് ഒരു അൽബ്യാവ. അല്ലാഹു തആല അവരെ ഖബറുള്ള സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഈ മജ്‌ലിസ് സ്നേഹിതന്മാരെ, ദുആ നടത്തി ഈ സെഷൻ അവസാനിക്കുകയാണ്. എല്ലാവരും ഒരു 3 സ്വലാത്ത് അവിടെ തന്നെ ഇരുന്ന് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا وشفيعنا محمد അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ കണ്ടു പൊരുത്തപ്പെടണേ റഹ്മാനെ. നീ സന്തോഷിച്ച മജ്ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും സഹായിച്ചവർ, കിതാബ് ഓതി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, കിതാബ് തന്ന്, കാശ് തന്ന്, സ്നേഹം തന്ന് പെരുമാറിയവർ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർ, ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും വേണ്ടി സഹായിക്കുന്ന നാട്ടിലും മറുനാട്ടിലുമുള്ള വിദേശികളെ ആയ പ്രവാസികളായ സുഹൃത്തുക്കൾ എല്ലാവരുടെയും സർവ്വവിധ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. നിനക്ക് തൃപ്തിയില്ലാത്ത എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് തൃപ്തിപ്പെടാത്ത വല്ലതും ഞങ്ങളിൽ നിന്ന് വരുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ രംഗത്ത് എത്താൻ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശം നൽകിയ, ഞങ്ങളെ കൈപിടിച്ച് വളർത്തിയെടുത്ത, ഞങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളെ വേണ്ടപ്പെട്ട ആളുകളെ നീ പ്രത്യേകം പരിഗണിക്കണേ റഹ്മാനെ. അവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. കീറിമുറിക്കുന്ന രോഗങ്ങൾ നൽകരുതേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ, അറ്റാക്ക്, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കിഡ്നിയുമായി ബാധിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾക്കും നീ നൽകരുതേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ അനുജന്മാർ, സഹോദരിമാർ, കുടുംബങ്ങൾ, ഭാര്യമാര്, മക്കൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഞങ്ങളെ ശിഷ്യന്മാർ, എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. വൈദ്യശാസ്ത്രം കൈയൊഴിച്ചാലും നീ ഞങ്ങളെ കൈയൊഴിക്കരുതേ റഹ്മാനെ. രോഗത്തിലിട്ട് വിഷമിപ്പിക്കരുതേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് നേതാക്കന്മാരും അനുയായികളും പ്രവർത്തകരും അനുഭാവികളും ഒരുപാട് രോഗത്തിൽ കിടക്കുന്നവർ ഈ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ സിഹറുകളും ബാത്തിലാക്കി കളയണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ സന്തോഷവും സ്നേഹവും ഐക്യവും യോജിപ്പും നിലനിർത്തണേ റഹ്മാനെ. മനുഷ്യൻ തമ്മിൽ കടിച്ചു കീറിക്കൊല്ലുന്ന അക്രമങ്ങളും അനീതികളും വളർന്നു വരാൻ സമ്മതിക്കരുതേ തമ്പുരാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളിൽ കരുണ ചെയ്യണേ അല്ലാഹ്. വർഗീയ കലാപങ്ങളിൽ നിന്ന് നീ രക്ഷ നൽകണേ റഹ്മാനെ. ഐക്യവും സ്നേഹവും സന്തോഷവും നൽകണേ റഹ്മാനെ. രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം പൊതുവായി നന്മ ലഭിക്കുന്നൊരവസ്ഥ ഈ രാജ്യത്തിന്റെ ഭരണം കൊണ്ടുണ്ടാക്കണേ തമ്പുരാനെ. ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്ന, പ്രത്യേകിച്ചൊരു മതവിഭാഗം കഷ്ടപ്പെടുന്ന യാതൊരുവിധ കരിനിയമങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തരുതേ തമ്പുരാനെ. റബ്ബേ, അവരുടെ മനസ്സിന് നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഉറൂസ് സന്തോഷകരമായി എല്ലാ വർഷത്തേക്കാളും സന്തോഷത്തോടെ നടത്തി പരിപൂർണ വിജയത്തിലെത്തിച്ച് ഇസ്സത്തിലാക്കണേ റഹ്മാനെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ.
കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിലേക്ക് അരി കൊടുത്തവർ, ഭക്ഷണ സാധന സാമഗ്രികൾ, മറ്റു അതിനു വേണ്ട വസ്തുക്കൾ നൽകിയവർ, മാംസം നൽകിയവർ, കാശ് നൽകിയവർ, ശരീരം കൊണ്ട് അധ്വാനിച്ചവർ, പടച്ചവനെ നിന്റെ ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, ആഷിഖുർ റസൂൽ എന്ന ആ പുണ്യനാമത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന മജ്ലിസിനെ സഹായിച്ച കാരണത്താൽ നബിതങ്ങളോടുള്ള ഇഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. നീ ഖബൂൽ ചെയ്ത ഇഷ്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാൻ. നീ തൃപ്തിപ്പെട്ട മക്കളാക്കി തരണം റഹ്മാനെ. ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് ഞങ്ങളെ മക്കളെ പോറ്റി വളർത്തി അവരിൽ നിന്ന് ഞങ്ങളൊരു ഗുണം പ്രതീക്ഷിക്കുന്ന കാലം വരുമ്പോൾ അവർ ഞങ്ങളെ ധിക്കരിക്കുന്ന അനുസരണമില്ലാത്ത മക്കളാക്കരുതേ അല്ലാഹ്. ഞങ്ങളെ സന്താനങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട, ഞങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെട്ട ഹൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. അവരെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി എളുപ്പത്തിലാക്കി തരണേ അല്ലാഹ്. വിവാഹിതരായ മക്കളുടെ ജീവിതം സന്തോഷത്തിൽ നിലനിർത്തണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനങ്ങൾ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നഫ്സിയായ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ ചെന്ന് ഞങ്ങളെ രഹസ്യം പറഞ്ഞ് കൈനീട്ടി യാചിക്കുന്ന അവന്റെ കറുത്ത മുഖം കാണുന്ന ദുർഗതി തരരുതേ അല്ലാഹ്. ആഖിറത്തിന് കേടുപറ്റാത്ത ദുന്യാവ് ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. ഞങ്ങളെ ഇസ്സത്ത് കളയരുതേ അല്ലാഹ്. കൂടുതൽ കൂടുതൽ ഇസ്സത്തിലാക്കി തരണം റഹ്മാനെ. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. കടത്തോടുകൂടി മരിപ്പിക്കല്ല റബ്ബേ. ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ ആഫിയത്തോടെ ഞങ്ങളെ ആയുസ്സ് നീട്ടിത്തരണം റഹ്മാനെ. മരണം വരെ ഇൽമു കൊണ്ട് ശുഗലായ ഒരു ജീവിതം നിലനിർത്തി തരണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. ഉഖ്റവിയായ ആലിമീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തി തരണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന മുതഅല്ലിമീങ്ങളെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കണം റഹ്മാനെ. ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ മക്കൾ, ഈ മജ്ലിസിൽ വന്ന മുതഅല്ലിമീങ്ങൾ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവർ, അവർ നേരിടാൻ പോകുന്ന SSLC, +2 ഡിഗ്രി, എൻട്രൻസ് പരീക്ഷകൾ തുടങ്ങി എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നൽകി ഇസ്സത്തുള്ള വിജയം, സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് കിട്ടുന്ന വിജയമാക്കണേ റഹ്മാനെ. അതെല്ലാം ദീനിനുപകരിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ നീ പുരോഗതിപ്പെടുത്തണേ റഹ്മാനെ. ഇതിനുവേണ്ടി സ്ഥലം വാങ്ങുമ്പോഴും ഇതിനുവേണ്ടി മറ്റുള്ള വിഷയങ്ങളിലും ഒരുപാട് സമ്പത്ത് തന്ന് സഹായിച്ച എത്രയോ നല്ല നല്ല മനുഷ്യന്മാർ, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ അടുത്തായി ഈ സ്ഥാപനത്തിനു വേണ്ടി സ്ഥലം വാങ്ങിയതിന് വലിയ കാര്യമായി സഹായം ചെയ്യുന്ന ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയും മുമ്പ് നിന്റെ ഹബീബിനെ പല തവണ സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ പലതവണ സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ റബ്ബേ. മദീനയിൽ എത്തിച്ചു തരണേ റഹ്മാനെ. നന്നാകണമെന്ന ചിന്ത കൊണ്ട് ഞങ്ങൾ ചെന്നുപെടുന്നത് ഒരു കള്ളത്വരീഖത്തിലാക്കരുതേ തമ്പുരാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തർബിയത്ത് കൊണ്ട് ഞങ്ങളെ ധന്യമാക്കണേ റഹ്മാനെ. അവിടുത്തെ ഹുളൂർ കൊണ്ട് ഞങ്ങളെ മരണസമയം ധന്യമാക്കി തരണം റബ്ബേ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നിന്റെ ഹബീബിന്റെ ഹുളൂർ കൊണ്ട് ധന്യമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ തൗഫീഖ് തരണം റഹ്മാനെ. മക്കയെ തൊട്ട് മദീനയെ തൊട്ട് ഞങ്ങളെ തടയരുതേ റബ്ബേ. ആ കറുത്ത പുതപ്പും ധരിച്ചു നിൽക്കുന്ന കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് അതിലേക്ക് നോക്കി ഞങ്ങളെ പാപം പൊറുത്തു കിട്ടാൻ കരയാൻ തൗഫീഖ് തരണം റഹ്മാനെ. അതിന്റെ ചുമരിലേക്ക് ചേർന്ന് നിന്ന് ഒന്ന് കണ്ണുനീർ, മനസ്സ് തുറന്ന് കണ്ണുനീരൊലിപ്പിക്കാൻ, കരയാൻ
നിന്റെ സ്വർഗം വാങ്ങാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റഹ്മാനുറഹീമായ റബ്ബേ, ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോ കാമിലായ ഈമാൻ നൽകി ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഹൃദയം പ്രകാശിപ്പിച്ചു മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുഴുവൻ സംഘടനാ പ്രവർത്തകർ, ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ വസിയത്ത് പറഞ്ഞവർ, ഈ സദസ്സുമായി ബന്ധപ്പെട്ടിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ പ്രവർത്തകർ ഈ കൊല്ലത്തെ ഉറൂസിന് വരാൻ കഴിയാതെ മരിച്ചുപോയവരുണ്ട്. എല്ലാവരുടെ ഖബറും സ്വർഗീയ ഉദ്യാനങ്ങളാക്കണേ റഹ്മാനെ. നിന്റെ റഹമത്ത് കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമാക്കണം തമ്പുരാനെ. നിന്റെ അദാബ് കൊണ്ട് നിറക്കപ്പെട്ട നരകത്തിന്റെ ശബ്ദം പോലും കേൾപ്പിക്കരുതേ തമ്പുരാനെ. ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, നാളത്തെ പരലോകം എല്ലാ അർത്ഥത്തിലും സന്തോഷമാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളെ ഹിസാബ് ചെയ്ത് കുടുക്കിക്കളയരുതേ റഹ്മാൻ. ഹിസാബില്ലാതെ സ്വർഗത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ പലരും പല സദസ്സിലും വഅ്ള് പറഞ്ഞു നടക്കുന്നവരാ. ഞങ്ങളെ വഅ്ള് കേട്ട് ചിന്തിച്ചൊരു മനുഷ്യൻ നന്നായി സ്വർഗത്തിൽ പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവരോട് വഅ്ള് പറഞ്ഞ ഞങ്ങളെ നീ നരകത്തിലേക്ക് വിടരുതേ അല്ലാഹ്. പഠിച്ചവനെ, സ്വർഗത്തിൽ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിൽ ഞങ്ങളെ നീ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മുറാഫഖത്ത് തരണം റഹ്മാനേ. നിന്റെ ലിഖാ തന്ന് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. നമ്മുടെ ഉറൂസിൽ എപ്പോഴുള്ള നമ്മളെ കോയിച്ചലയിലെ മാമാട്ടി ആശുപത്രിയിലാണ്. അള്ളാഹു പൂർണ്ണ ശിഫ കൊടുക്കുമാറാകട്ടെ. തന്നല തുറക്കൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഉറൂസിലേക്ക് അരികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഷാദുലി ഹൽക്ക ആരംഭിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുക. അതിനുവേണ്ടി നമ്മുടെ സദസ്സ് ഒരുക്കി കൊടുക്കുക. അള്ളാഹു ഈ മജ്ലിസ് അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെയും തങ്ങപ്പാപ്പാന്റെ വഅലുണ്ടാകും. ശേഷം കോയ കാപ്പാടിന്റെ റിഫായി റാത്തീബ് ഉണ്ടാകും. 4 മണിക്ക് നാളെ അസറിന് ശേഷം ഖാദിരിയ റാത്തീബ് ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.